ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ജിയോഗ്രഫി സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ ഹാപ്പിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്ന പലരെ പറ്റിയിട്ടും ഒക്കെ കുറച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചൊരു ദിവസം കൂടിയാണ്. അങ്ങനെയല്ല, മീൻസ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ, മീൻസ് ഇവിടെ കണ്ടൻറ്റ് മേക്ക് ചെയ്യാൻ നിൽക്കുന്നവരായാലും കോർഡിനേറ്റേഴ്സായിട്ട് നിൽക്കുന്നവരായാലും ഒക്കെ നല്ലപോലെ പഠിച്ച് പി എസ് സി ലിസ്റ്റിലൊക്കെ വരാൻ സാധ്യതയുള്ളതും പി എസ് സി ലിസ്റ്റിൽ വന്നിരിക്കുന്നതും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ഈ ഒരു ടീമിന് പുറകിൽ നിന്നൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമാണ്. കാരണം നല്ലപോലെ പഠിച്ച യാത്രയിൽ ഒരുപാട് ഹാർഡ്ഷിപ്പുകൾ ഫേസ് ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്ന കുട്ടികളും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. കാരണം ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത് ഒരു വലിയ പാഠമാണ്. നമ്മൾ എന്ത് പഠിക്കണം പഠിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഈ എന്ത് പഠിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ധാരണ ഏറെക്കുറെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കാരണം പിന്നെ സിലബസിനകത്ത് കുറേയൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ എന്ത് പഠിക്കരുത്, എന്തൊക്കെ പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ കുട്ടികൾക്ക് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞ് പോയിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് കൂട്ടത്തിലുണ്ട്, അധ്യാപകരിലുമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആ ഒരു മേന്മ എപ്പോഴും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് പലർക്കും നമ്മൾ പറയുന്ന പല അഡ്വൈസുകളും ബാലിശമാണെന്ന് തോന്നാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്ന് തോന്നാം. പക്ഷേ നിങ്ങളൊരല്പം കൂടി കാലം കഴിയുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ വരുത്തണമെന്നുള്ള അഡ്വൈസുകൾ ഇവിടെ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരമാവധി മൂല്യം കൊടുക്കുന്നതിന് തന്നെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഓൾറെഡി അത്തരം മിസ്റ്റേക്കുകൾ ഒരു പക്ഷേ പരീക്ഷിച്ച് അത് മിസ്റ്റേക്കാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ബോധ്യത്തോടു കൂടി നിങ്ങളോട് പറയുന്നതായിരിക്കാം അത്തരം പല കാര്യങ്ങളും. എനിഹൗ, നല്ലൊരു ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇവിടെ ഓഫർ ചെയ്യുന്നതിന് പുറകിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത്, വളരെ നല്ലൊരു ടീമാണ് പണിയെടുക്കുന്നത് എന്നുള്ളത് വീണ്ടും എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് ഈ ഒരു ബാച്ച് ഡിഗ്രി ലെവൽ PSC എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വളരെ വലിയൊരു ഒരു ശക്തി തന്നെ, അംഗബലം ഇവിടെ ഉണ്ട്. ആ അംഗബലത്തിൻ്റെ എല്ലാവരുടെയും ക്വാളിഫിക്കേഷൻസിലും അവരുടെ കേപ്പബിലിറ്റിയിലും ഒന്നും ഒരു കൺഫ്യൂഷനും വേണ്ട എന്നുള്ളത് വളരെ ബോധ്യത്തോടു കൂടി നിങ്ങൾക്കും വിശ്വസിക്കാം. ആ വിശ്വാസം തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത്. ആ വിശ്വാസത്തോടു കൂടി തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. പുതിയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പുതിയ റീസെൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങളിൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു ഏരിയ, ജോഗ്രഫി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മുടെ സിലബസിനകത്ത് തന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, റിമോട്ട് സെൻസിങ്, മാപ്പ്, കാർട്ടോഗ്രഫി എന്നീ പറയുന്ന ഏരിയാസ് ഉണ്ട്. അതിൽ മാപ്പ്, കാർട്ടോഗ്രഫി പോലുള്ള റീജിയൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു മാറ്റിയതാണ്. അവിടെ ആധുനിക ലോകത്ത് മാപ്പ് മേക്കിങ്ങും ടോപ്പോഗ്രഫിക് ഷീറ്റും എടുത്തു വെച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതൽ സാധാരണ ജനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെയും ഏറ്റവും കൂടുതലും ഉറ്റുനോക്കുന്നത് വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫിക്കേഷനും മാപ്പിങ്ങും മറ്റ് സംവിധാനങ്ങളെ പറ്റിയിട്ടുമൊക്കെയാണ്. വിദൂരത്ത് നിന്നുകൊണ്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കുന്ന വസ്തുതകളിലാണ് കൂടുതൽ ഇന്നത്തെ ആൾക്കാർ റിലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത്. ഒരുപാട് മാനദണ്ഡങ്ങളും ഒരുപാട് മാനങ്ങളുമുള്ള ഒരുപാട് റിസ്ക്കും ഒരുപാട് ടെക്നിക്കൽ എക്സ്പെർട്ടീസും ഒരുപാട് സാങ്കേതിക മികവും വേണ്ടി വരുന്ന ഇത്തരം സാധ്യതകളെ ഇന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്. അത് ഈ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയുടെ ഒരു മികച്ച ഉദാഹരണമാണെന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ വിദൂരത്ത് നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള വസ്തുതകളെ നോക്കിക്കാണാനും അതേപ്പറ്റി പഠിക്കാനും ഉള്ള അവസരത്തെ അല്ലെങ്കിൽ പഠിക്കാനും പറ്റുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ തന്നെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് എന്ന് ചുരുക്കനാമത്തിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് റിമോട്ട് സെൻസിങ് എന്ന അനന്തമായൊരു സാഗരത്തെ പറ്റിയിട്ടുള്ള ചില വിശദീകരണങ്ങളാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി ഏവരെയും സഹകാരി PSCയുടെ മറ്റൊരു ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം 1 നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രധാനമായും എന്താണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ തലങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചില വസ്തുതകൾ നമ്മൾ നോക്കി പോകുന്നുണ്ട്. എപ്പോഴും പതിവ് പോലെ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയക്കകത്തുനിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കണമല്ലോ. അല്ലാത്തൊരു മേഖലയെ പറ്റി പഠിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. PSC പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ PSC പരീക്ഷ ക്ലിയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പഠിക്കുമ്പോൾ
അറിവ് നേടുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഉദ്ദേശം അറിവ് നേടുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ പരീക്ഷ ക്ലിയറായി എങ്ങനെയെങ്കിലും ജോലി കരസ്ഥമാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്. വിദൂര സംവേദനം, റിമോട്ട് സെൻസിങ്ങിൻ്റെ മലയാളമാണ് വിദൂര സംവേദനം. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 1, ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശനബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണത്. 2, കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. 3, ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ് എന്നിവയാണ് തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ. ഇതിൽ വിദൂര സംവേദനവുമായി യോജിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളിതിൻ്റെ ഉത്തരം ഓൾറെഡി കമൻറ്റ് ചെയ്ത് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാധ്യത, ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് സാധിക്കുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. എനിക്ക് എന്തായാലും ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാനതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ലാസ്റ്റ് നമുക്ക് PYQ ഡിസ്കഷൻ സമയത്ത് അതിനെ പറ്റിയിട്ട് പറയാം. എന്തായാലും അവിടെ നിൽക്കട്ടെ. ചോദ്യം നിങ്ങൾ കണ്ടു, വായിച്ചു. മറ്റൊരു ചോദ്യം, ദ ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് ഇൻ വിച്ച് ദ സെൻസേഴ്സ് ഡിപ്പെൻഡ് ഓൺ നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റ്. നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റ്, നാച്ചുറൽ പ്രകാശ സ്രോതസ്സിനെ, നൈസർഗികമായിട്ടുള്ള പ്രകാശ സ്രോതസ്സിനെ ആശ്രയിക്കുന്ന, സെൻസറുകൾ ആശ്രയിക്കുന്ന ഈ പറയുന്ന വിദൂര സംവേദനം എന്ത് തരത്തിലാണ് അറിയപ്പെടുന്നത്? ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, പാസീവ് റിമോട്ട് സെൻസിങ്, റഡാർ, ലിഡാർ. ഇവിടെ ഉത്തരം അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിഹാവ് അതേപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഇതേ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് വ്യക്തമാവും എന്താണ് ഈ പറയുന്ന പാസീവ് റിമോട്ട് സെൻസിങ് എന്നൊക്കെ പറയുന്ന വസ്തുതകളെ പറ്റിയിട്ട്. എന്തായാലും ചോദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി, അപ്പോൾ ഇനി നമുക്ക് വിശദമായിട്ട് പഠിക്കാം എന്താണ് റിമോട്ട് സെൻസിങ് എന്നത്. ഇവിടെ ഈ കാണുന്ന ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ട്. ഭൂഗോളവും അതിന് ചുറ്റും നിൽക്കുന്ന ഒരുപാട് ഡ്രോൺസ്, അല്ലേ, സാറ്റലൈറ്റുകൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ആൻറ്റിന, അനാലിസിസ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ്, മാപ്പുകൾ. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന എന്തോ സംഭവമായിരിക്കണം റിമോട്ട് സെൻസിങ്, അല്ലേ? ചുരുക്കത്തിൽ എന്തിനേയും പറ്റി പഠിക്കുക എന്ന് പറയുന്നൊരു ഒരു ട്രെൻഡ് മനുഷ്യന് പൊതുവേ ഉണ്ട്. കാലാകാലങ്ങളായിട്ടുള്ളൊരു ട്രെൻഡാണ്, അല്ലേ? എന്തിനെപ്പറ്റിയും പഠിക്കുക എന്ന് പറയുന്നൊരു ട്രെൻഡ് മനുഷ്യനുണ്ട്. അതിൽ പലരും പഠിക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ പഠനത്തിൻ്റെ സീരിയസ്നെസ്സിൻ്റെ ഭാഗമായിട്ടാണ് പല തിയറികളും പല സിദ്ധാന്തങ്ങളും ഒക്കെ പിൽക്കാലങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുന്നതും ആ സിദ്ധാന്തങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പഠിക്കുകയും ചെയ്യുന്നതൊക്കെ ആ പഠനം സീരിയസ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ വസ്തുക്കളെപ്പറ്റി പഠിക്കുന്നതിന് പല മാനങ്ങളുണ്ട്. വസ്തുവിൻ്റെ ആകൃതിയെപ്പറ്റി പഠിക്കുന്നു, വസ്തുവിൻ്റെ ഷേപ്പിനെ പറ്റി പഠിക്കുന്നു, അതിൻ്റെ ക്യാരക്ടേഴ്സാണ് ബേസിക്കലി നമ്മൾ പഠിക്കുക, അല്ലേ? ഒരു വസ്തുവിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സാണ് നമ്മൾ പഠിക്കുക. ഗന്ധമായിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, അതിൻ്റെ വലിപ്പമായിക്കോട്ടെ, അതിൻ്റെ ആകൃതി ആയിക്കോട്ടെ, നിറമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ വസ്തുവിനെ പറ്റി പഠിക്കുന്നതിൽ ഒരു പോരായ്മ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വസ്തുവും നേരിട്ട് കണ്ടുകൊണ്ട് പഠിക്കേണ്ട ആവശ്യകത വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു വസ്തുവിനെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ് കാണാൻ പറ്റുക. പക്ഷേ കണ്ണിൽ ഈ ചിത്രം സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീട് ഒരിക്കൽ റെഫർ ചെയ്യാനുള്ളൊരു സാധ്യത നമുക്കില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു സംവിധാനമാണ് 19-ാം നൂറ്റാണ്ടിൽ പഠനം എന്ന് പറയുന്നൊരു സാങ്കേതികവിദ്യ, പഠനം എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക്, അല്ലെങ്കിൽ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് ഒരു വലിയ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇന്ന് പഠിക്കേണ്ട വസ്തുവിൻ്റെ ഒരു ചിത്രം എക്കാലത്തേക്കും വേണ്ടിയിട്ട് അവൈലബിൾ ആവുകയാണ്. എപ്പോൾ വേണമെങ്കിലും അതിനെ വീണ്ടും ഒന്ന് റെഫർ ചെയ്യാനുള്ളൊരു സാധ്യത തുറന്നു കിട്ടുകയാണ്. പഠിക്കാനുള്ളൊരു വസ്തു കിളിമഞ്ചാരോ പർവ്വതത്തെ പറ്റിയാണെന്ന് കരുതുക. അങ്ങ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന കിളിമഞ്ചാരോനെ പറ്റി ഇന്ത്യയിൽ കിടക്കുന്ന ഞാൻ എങ്ങനെ പഠിക്കും? നേരിട്ട് പോകണം, കാണണം, പഠിക്കണം. ശരി, ഒരിക്കൽ പോയി കണ്ടു തിരികെ വന്നു. പക്ഷേ വീണ്ടും കാണേണ്ട ഒരു സാഹചര്യം വന്നാൽ വീണ്ടും ആഫ്രിക്ക സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഫീസിബിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ. പകരം ഒരു ചിത്രം, ഒരു പക്ഷേ കണ്ടാൽ തിരിച്ചറിയാവുന്ന എന്തെങ്കിലും കാര്യമാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഒരു ചിത്രം അതിന് സഹായിച്ചേക്കാം. അപ്പോൾ ചിത്രം, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പഠനത്തിനും വിവരം ശേഖരിക്കുന്നതിനും ഒരു വലിയ മാനമായിട്ട് മാറിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ വരുന്നൊരു കാലഘട്ടം. ദ പോസിബിലിറ്റി ഓഫ് ക്യാപ്ചറിങ് ഫോട്ടോഗ്രാഫ് ഫ്രം ഹയർ എലിവേഷൻസ്, മൗണ്ടിങ് ക്യാമറാസ് ഓൺ ബലൂൺസ് ആൻഡ് എയർക്രാഫ്റ്റ്സ് ഹാസ് ബീൻ എക്സ്പ്ലോർഡ് എവർ സിൻസ്. 60-കൾക്ക് ശേഷം സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് പോലും ഡേറ്റ കളക്ഷൻ ആരംഭിച്ചു. അതായത് സാധാരണഗതിയിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിത്രങ്ങൾ എടുക്കുന്നതിനോടൊപ്പം വിദൂരത്തു നിന്നുള്ള ചിത്രശേഖരണം കൂടുതൽ വിസ്തൃതമായിട്ടുള്ള ഏരിയയെപ്പറ്റി പഠിക്കാൻ സഹായിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഹോട്ട് ബലൂണുകളിലും, നമ്മുടെ ഈ പൊങ്ങിപ്പോകുന്ന ബലൂണുകളുണ്ടല്ലോ, എയർക്രാഫ്റ്റുകളിലും ഒക്കെ ക്യാമറ ഘടിപ്പിച്ച് ഭൂമിയുടെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് പഠനം നടത്താനുള്ള ശ്രമം തുടങ്ങി. പിൽക്കാലങ്ങളിൽ 1960-നൊക്കെ ശേഷം
ഇതേ ക്യാമറകൾ സാറ്റലൈറ്റുകളിലും മറ്റും ഘടിപ്പിച്ച് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് വളരെ വിദൂരത്തു നിന്നുള്ള ചിത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തുന്നതിന് ശ്രമം നടത്തുകയും ഭൂമിയുടെ ആകൃതി മനസ്സിലാക്കുന്നതിനും ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാക്കുന്നതിനും ഭൂമിയുടെ എന്താ പറയുക ചലനം മനസ്സിലാക്കുന്നതിനും ക്ലൈമറ്റിനുണ്ടാകുന്ന വേരിയേഷൻസ് മനസ്സിലാക്കുന്നതിനും ഭൂമിയിലെ റിസോഴ്സസ് നാച്ചുറലായിട്ടുള്ള റിസോഴ്സസ് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്ന രീതികൾ മനസ്സിലാക്കുന്നതിനും ജലസ്രോതസ്സുകളെ അടയാളപ്പെടുത്തുന്നതിനും എന്തു വേണ്ട നമ്മളിന്ന് കാണുന്ന എന്തിനും ഏതിനും പിന്നെ ഈ പറയുന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം അലോങ് വിത്ത് ക്യാമറാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാനേഴ്സ് വെർ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ. Such a method of collecting information about an object, place or phenomenon without actual physical contact is called remote sensing. അപ്പോൾ എന്താണ് റിമോട്ട് സെൻസിങ്? വിദൂര സംവേദനമാണ് അല്ലേ? വിദൂരത്ത് നിന്നുകൊണ്ട് ഒരു വസ്തുവിനെ പറ്റിയോ ഒരു പ്രദേശത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനോമിനെ പറ്റിയോ വിദൂരത്ത് നിന്നുകൊണ്ട് വസ്തുവുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് പഠിക്കാൻ സാധിക്കുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ TV കാണുന്നതൊക്കെ വേണമെങ്കിൽ റിമോട്ട് സെൻസിങ് എന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാൻ ശരിയാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന പരിപാടി എനിക്ക് എന്തെങ്കിലും പറ്റി പഠിക്കണം. അതിന് ഉദാഹരണത്തിന് ചന്ദ്രനിൽ നമ്മൾ റോവർ ഇറക്കി അല്ലേ, ലാൻഡർ വിക്രം എന്ന ലാൻഡറും പ്രഗ്യാൻ എന്ന റോവറും ചന്ദ്രനിലൂടെ നമ്മൾ സഞ്ചരിപ്പിച്ചു. ആ പ്രഗ്യാൻ എന്ന റോവറിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങൾ ഫോട്ടോ എടുത്ത് ഭൂമിയിലേക്ക് അയച്ചു തന്ന് നമ്മൾ പഠിച്ചു. ചന്ദ്രൻ്റെ ഉപരിതലം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ചിത്രം റോവർ ചന്ദ്രോപരിതലത്തിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് എനിക്ക് അയച്ചു തന്നത് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചു. ഞാനും ചന്ദ്രനും തമ്മിൽ ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ഇല്ലാണ്ട് പഠിച്ചു. ഇത് വിദൂര സംവേദനമാണ്, ഇത് റിമോട്ട് സെൻസിങ് ആണ്. ദൂരെ നിന്നുകൊണ്ട് ഒരാളുടെ ചിത്രമെടുത്ത് അദ്ദേഹത്തെ പറ്റി പഠിച്ചു, അദ്ദേഹവുമായിട്ട് ആരും കോൺടാക്റ്റ് ഞാൻ വരുത്തിയിട്ടില്ല, ഒരു ചിത്രത്തിലൂടെ പഠിക്കുകയാണ്. അത് റിമോട്ട് സെൻസിങ് ആണ്. റിമോട്ട് സെൻസിങ് എന്ന അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, വിദൂരത്ത് നിന്ന് പഠിക്കുക എന്നുള്ളതാണ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇവിടെ ക്യാമറ മാത്രമല്ല റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്ന സെൻസർ എന്ന് പറയുന്നത്. ക്യാമറ ഒരു സെൻസറാണ് കേട്ടോ, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോളാം. ക്യാമറ എന്ന് പറയുന്നത് ഒരു സെൻസർ അടങ്ങുന്ന, അതായത് ലൈറ്റിനെ സെൻസ് ചെയ്യുന്ന ഒരു ഉപകരണം അടങ്ങുന്ന ഒരു ടൂളാണ് ക്യാമറ എന്ന് പറയുന്നത്. ഇവിടെ സെൻസ് ചെയ്യുന്നത് ലൈറ്റ് സോഴ്സിനെയാണ്, പ്രകാശത്തെയാണ് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നതും സെൻസ് ചെയ്യുന്നതും ക്യാമറയിൽ. അതുപോലെ മറ്റ് പല എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെയും ക്യാപ്ചർ ചെയ്ത് പഠനങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അത് മറ്റ് പല സെൻസറുകളായിട്ടും സ്കാനറുകളായിട്ടും ഒക്കെ നമ്മൾ വിലയിരുത്താറുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻസറുകൾ പല മാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പല സിഗ്നലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഡേറ്റ കളക്ഷൻ സാധ്യമാക്കുന്ന ക്യാമറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെൻസറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ റഡാറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്കാനറുകളായിക്കോട്ടെ, ഇത് ഈ പറയുന്ന ഡേറ്റ കളക്ട് ചെയ്യാൻ സാധ്യതയുള്ള വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് വിദൂരത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന ഒരു പ്രദേശത്തെ പറ്റിയോ ഒരു വസ്തുവിനെ പറ്റിയോ ഒരു പ്രതിഭാസത്തെ പറ്റിയോ ഉള്ള ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് ആ പറയുന്ന പ്രതിഭാസത്തെയോ വസ്തുവിനെയോ പ്രദേശത്തെയോ പഠിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ്. ക്ലിയർ ആണേ? നമ്മൾ നേരത്തെ കണ്ട ഒരു ചോദ്യത്തിലെ ഒരു പ്രസ്താവന ഇതുമായി യോജിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? എന്തില്ല? ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല. ഒരു വസ്തു എടുത്ത് കയ്യിലെടുത്ത് വെച്ച് പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് പഠിക്കുന്ന റിമോട്ട് സെൻസിങ്ങാണ്. കോലാർ ഗോൾഡ് ഫീൽഡിനകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നതിൻ്റെ ഒരു ചിത്രം എനിക്ക് കിട്ടിയാൽ അത് നോക്കി പഠിക്കുകയാണ്, അത് റിമോട്ട് സെൻസിങ് ആണ്. കോലാർ ഗോൾഡ് ഫീൽഡിൽ പോയി ചെന്ന് കണ്ട് പഠിക്കുകയാണ് ഞാൻ, അത് റിമോട്ട് സെൻസിങ് അല്ല. അപ്പോൾ ഇൻ പേഴ്സൺ അല്ലാത്തുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് റിമോട്ട് സെൻസിങ് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുക. 1960-കൾക്ക് ഇപ്പുറമാണ് ഇതിന് വ്യാപകമായിട്ടുള്ള അർത്ഥതലങ്ങൾ ക്രിയേറ്റ് ആകുന്നത്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് 1960s ശേഷമാണ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. മുന്നോട്ട് പോവാം. റിമോട്ട് സെൻസിങ്ങിനകത്ത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാവ്, ത്വക്ക് പോലുള്ള ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസറി ഓർഗൻസ് എന്ന് പറയുന്ന ഓർഗനുകൾ ഉപയോഗിച്ച്, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചുറ്റുമുള്ള പ്രകാശത്തെയും ശബ്ദത്തെയും വൈബ്രേഷനുകളെയും രുചിയെയും മണത്തെയും ഒക്കെ നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ലൈറ്റിനെയും സൗണ്ടിനെയും ഒക്കെ സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി നിർമ്മിതമാക്കിയിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഈ സെൻസറുകൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് സെൻസേഴ്സ്. ഉദാഹരണത്തിന് ക്യാമറ, സൗണ്ട് സെൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ. ഇനി ഓൾഫാക്ടറി സെൻസേഴ്സ് ഉണ്ട്, അതായത് സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ട്. പിന്നെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ പറ്റുന്ന സെൻസേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി വസ്തുതകളെ അല്ലെങ്കിൽ മാനങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻസർ നമുക്കുണ്ട്. അപ്പോൾ ഈ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സെൻസേഴ്സിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിവൈസസ് ദാറ്റ് യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ റിമോട്ട് സെൻസിങ് ആർ കോൾഡ് സെൻസേഴ്സ്. അപ്പോൾ ഡേറ്റ കളക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ ഒരു ചിത്രം എടുക്കുക, മനസ്സിലായില്ല, ഇല്ലെങ്കിൽ ഒരു ഉപകരണത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുക,
ഇതിനൊക്കെ വേണ്ടി ഇപ്പോൾ ചിത്രം എടുക്കുന്നതിന് എനിക്ക് ക്യാമറ എന്ന സെൻസർ ഉപയോഗിക്കാം. ക്യാമറ എന്ന സെൻസർ ഉപയോഗിച്ചൊരു ചിത്രം ഒരു ഫോട്ടോ പകർത്തുന്ന സമയത്ത് അതിനകത്ത് ചിത്രത്തിനകത്ത് ഈ പറയുന്ന വസ്തു തെളിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എനിക്കത് ഡേറ്റയാണ് അല്ലേ, ചിത്രത്തിൻ്റെ വസ്തുവിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഒരു ഡേറ്റയാണ്, ഡേറ്റ കളക്ട് ചെയ്തു. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചൊരു ഉപകരണമാണ് അവിടെ ക്യാമറ എന്ന് പറയുന്നത്, അതൊരു സെൻസറാണ്. ഇനി ഇതല്ല, മറ്റ് ചില റേഡിയേഷനുകൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു വസ്തുവിൻ്റെ വലിപ്പം കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ അകലം കണ്ടെത്തി. റേഡിയേഷൻ പോയി തിരികെ എത്താനുള്ള സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാനൊരു വസ്തുവിൻ്റെ അകലം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലേക്കുള്ള അകലം കണ്ടെത്തി. ഡെപ്ത് കണ്ടെത്തുന്നതൊക്കെ ഇങ്ങനെയാണ്. സമുദ്ര അന്തരങ്ങളിലേക്കുള്ള ഡെപ്തുകളൊക്കെ കണ്ടുപിടിച്ചു ഇങ്ങനെ. അപ്പോൾ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം ഇന്നതാണ് അത് കണ്ടെത്തിയിട്ട് വന്നു എന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സിഗ്നലുകൾ ഉപയോഗിച്ചിട്ടാണ് പിന്നെ എന്ത് സംഭവിച്ചത്, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ ആ ഉപയോഗിച്ച സംവിധാനം, ആ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ സംവിധാനം എന്ന് പറയുന്നത് ഒരു സെൻസറാണ്. അപ്പോൾ ഇങ്ങനെ വിവരം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെ നമുക്ക് എന്തായിട്ട് കണക്ക് കൂട്ടാം, സെൻസറുകൾ എന്ന രീതിയിൽ കണക്ക് കൂട്ടാം. A device that collects electromagnetic radiation, converts it into a signal and presents the information in an appropriate form is called a sensor. കേവലം ഒരു ഇൻഫർമേഷനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും സെൻസർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ വിളിക്കാമെങ്കിലും അത് ഉപയോഗപ്രദമാകുന്ന ഒരു സെൻസറായി മാറണമെങ്കിൽ, ശരിക്കും അതിനൊരു സെൻസർ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ഫോമിലേക്ക് കിട്ടിയ ഇൻഫർമേഷനെ മാറ്റാൻ ഇവൻ സഹായിക്കുന്നതായിരിക്കണം. ഇവിടെ കിട്ടുന്നുണ്ടോ, കിട്ടുന്ന ഡേറ്റ ടാമ്പേർഡ് ആകാൻ പാടില്ല എന്ന് സാരം. അപ്പോൾ അതാണ് സെൻസറുകൾ. അപ്പോൾ എന്താ സെൻസർ എന്ന് പറയുന്നത്, എ ഡിവൈസ് ദാറ്റ് കളക്ട്സ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, അതിനകത്ത് ലൈറ്റും പെടുന്നുണ്ടാവും. കൺവേർട്ട്സ് ഇറ്റ് ഇൻ എ സിഗ്നൽ ആൻഡ് പ്രസൻസ് ദ ഇൻഫർമേഷൻ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ഫോം. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഈ സിഗ്നലുകളെ കടത്തി വിട്ടാൽ എനിക്കൊരു ഡേറ്റ, ഒരു ചിത്രമാക്കി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു വാല്യൂ പറഞ്ഞു തരുകയോ ചെയ്യുന്ന തരത്തിൽ ഉള്ളൊരു ഇൻഫർമേഷൻ ഇൻകമ്മിങ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻകമ്മിങ് ഇൻഫർമേഷൻ തന്ന സാധനത്തിന് എനിക്ക് എന്ത് വിളിക്കാം, സെൻസർ എന്ന് പൂർണ്ണമായിട്ട് വിളിക്കാം. ക്യാമറസ് ഓൺ ദി ഗ്രൗണ്ട്സ്, ഇൻ എയർപ്ലെയിൻസ്, സ്കാനേഴ്സ് ഓൺ ദി സാറ്റലൈറ്റ്സ്, ഇതെല്ലാം ഇത്തരത്തിൽ ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സെൻസറുകളാണെന്ന് പറയാം. ദ സെൻസേഴ്സ് ക്യാപ്ചേഴ്സ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബൈ ദി ഓബ്ജക്ട്സ്. ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ആഴം ഒക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു സിഗ്നൽ സെൻഡ് ചെയ്തു, ആ സിഗ്നൽ അവിടെ പോയി തട്ടി തിരികെ ഇങ്ങോട്ട് വരാൻ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ എവിടെയൊക്കെ ആ സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്തു, എവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്തില്ല എന്നൊക്കെ പഠിച്ചിട്ടാണ് ഒരു വസ്തുവിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ആഴമോ ഒക്കെ ഉള്ള വസ്തുക്കൾ തിരിച്ചറിയുന്നത്. അപ്പോൾ എപ്പോഴും മാഗ്നറ്റിക് റേഡിയേഷൻസ് വസ്തുവിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് ഈ സെൻസറുകൾ എപ്പോഴും ക്യാപ്ചർ ചെയ്യുന്നതും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ഫോം ഓഫ് ഡേറ്റ റിസീവ്ഡ്, സെൻസേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2 types. നമുക്ക് ഈ കിട്ടുന്ന ഡേറ്റ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ഡേറ്റ റിസീവ് ചെയ്യുന്നു, ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഡേറ്റ കളക്ട് ചെയ്യുമല്ലോ സെൻസേഴ്സ്. അപ്പോൾ സെൻസേഴ്സ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്ത് തരത്തിലാണ്, എന്ത് ടൈപ്പ് ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സ്, 2 നോൺ ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സിനെ അനലോഗ് സെൻസർ എന്നും നോൺ ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സിനെ ഡിജിറ്റൽ സെൻസർ എന്നും വേണമെങ്കിൽ വിളിക്കാനും പറ്റും കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോണം. 1 ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സ്, 2 നോൺ ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സ്. ഫോട്ടോഗ്രാഫിക് സെൻസറിന് ഉദാഹരണമാണ് ക്യാമറ. ദ ഡിവൈസ് ദാറ്റ് ക്യാപ്ചേഴ്സ് വിസിബിൾ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദി ഓബ്ജക്റ്റ് ഈസ് എ ക്യാമറ. ശരിയല്ലേ? ഒരു വസ്തുവിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ദൃശ്യപ്രകാശം, വിസിബിൾ ലൈറ്റ്, അതിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ക്യാമറ എന്ന് വിളിക്കുന്നത്. അതാണ് ഈ ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. കോംപ്ലക്സ് ഡിവൈസസ് ദാറ്റ് ക്യാൻ റെക്കോർഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ സ്കാനേഴ്സ്. സ്കാനേഴ്സ് എന്ന് പറയുന്ന ആരാണ്? കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല, ക്യാമറ ക്യാൻ ബി കോംപ്ലിക്കേറ്റഡ് ആസ് എനിത്തിങ്. ഇപ്പം ക്യാമറാസും അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആവാനൊക്കെ പറ്റും. അതിൽ കോംപ്ലിക്കേഷൻസിൽ വലിയ വേരിയേഷൻ ഒന്നും ഇല്ല. എന്നിരുന്നാലും വിസിബിൾ ലൈറ്റിനെ അല്ല ഇവിടെ ക്യാപ്ചർ ചെയ്യാമെന്ന് മാത്രം, അങ്ങനെയുള്ള വ്യത്യാസം. വിസിബിൾ ലൈറ്റ് അല്ലാണ്ട് മറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയോ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻസിനെ ക്യാപ്ചർ ചെയ്ത് ഡേറ്റയായി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതിന് നമുക്ക് എന്തായിട്ട് കണക്ക് കൂട്ടാം, സ്കാനറുകളെന്ന് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ സ്കാനറുകളിൽ പല തരത്തിലുള്ള സ്കാനറുകൾ നമ്മൾ പിന്നെ ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് സാങ്കേതികവിദ്യയും സാങ്കേതികമായിട്ടുള്ള പദപ്രയോഗങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പഠിക്കേണ്ടതാണ്. എന്നിരുന്നാലും കഴിഞ്ഞ PSC പരീക്ഷയിൽ, പ്രിലിമിനറി പരീക്ഷയിൽ പോലും ഇതിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ച സ്ഥിതിക്ക് നമ്മളിതേപ്പറ്റി കൂടി പഠിച്ചു പോവുകയാണ്. അല്ലാത്ത സാധാരണഗതിയിലുള്ള പ്രിപ്പറേഷനിൽ ഇത് ഇൻക്ലൂഡഡ് ആകുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗ്യമുണ്ട്, ഒരല്പം ഡെപ്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക, ഒരുപാട് ആഴത്തിലെന്നല്ല, ഒന്ന് പെരിഫറലായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആഴത്തിൻ്റെ പെരിഫറൽ. മൾട്ടി സ്പെക്ട്രൽ സ്കാനേഴ്സ്, ഒന്നിൽ കൂടുതൽ സ്പെക്ട്രങ്ങൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന സംവിധാനങ്ങളാണ് മൾട്ടി സ്പെക്ട്രൽ സ്കാനേഴ്സ് എന്ന് പറയുക. ഒറ്റ സ്പെക്ട്രമോ ഒറ്റ റേഡിയേഷനോ ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ റേഡിയേഷൻസ് വിട്ടിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. See, multi-spectral scanners are used as sensors in remote sensing. These sensors
ആർ ഡിസൈൻഡ് ടു ക്യാപ്ചർ ഇമേജസ് ഓഫ് ദി ഓബ്ജെക്റ്റ് അക്രോസ് ദ ഫീൽഡ് ഓഫ് വ്യൂ. നമ്മൾ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഏത് പ്രദേശമാണോ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മുടെ ഈ ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ സ്വാത്ത് എന്നൊക്കെ പറയും. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് സ്വാത്ത് കേട്ടോ. എന്താ വിളിക്കുക? സ്വാത്ത് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് ഏത് സ്ഥലമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് ആ ഒരു റീജിയനെ നമ്മൾ റിമോട്ട് സെൻസിങ് ടെർമിനോളജിയിൽ വിളിക്കുന്ന പേര് സ്വാത്ത് എന്നാണ്. The scanners are typically built with a reception system that includes a mirror and a detector. ഒരു മിററും ഡിറ്റക്ടറും ഉപയോഗിക്കുന്നതാണ് റിസപ്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ റിസീവർ എന്ന് പറയുന്നത്. കാരണം ഈ സ്കാനറുകളിൽ ഒരു റിസീവർ ഉണ്ട്, റിസപ്ഷൻ സിസ്റ്റം ഉണ്ട്. വരുന്ന സിഗ്നലുകൾ റിസീവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ റിസീവിങ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവും? ഒരു ഡിറ്റക്ടർ ഉണ്ടാവും, ഈ സിഗ്നലുകൾ ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്ടർ ഉണ്ടാവും, ഒരു മിററും ഉണ്ടാവും. ഓക്കെ, ഒരു മിററും ഉണ്ടാവും. ഈ മൾട്ടി സ്പെക്ട്രൽ സ്കാനേഴ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഓക്കെ, ഈ മൾട്ടി സ്പെക്ട്രൽ സ്കാനേഴ്സിന് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വിസ്ക് ബ്രൂം സ്കാനേഴ്സ് എന്ന് പറയും, വിസ്ക് ബ്രൂം സ്കാനേഴ്സ്. 2 പുഷ് ബ്രൂം സ്കാനേഴ്സ്. വിസ്ക് ബ്രൂം സ്കാനേഴ്സും ഉണ്ട്, പുഷ് ബ്രൂം സ്കാനേഴ്സും ഉണ്ട്. ആരാണ് ഇതിൽ വിസ്ക് ബ്രൂം സ്കാനേഴ്സ്, ആരാണ് പുഷ് ബ്രൂം സ്കാനേഴ്സ്? വിസ്ക് ബ്രൂം യൂസസ് ഇത് നമ്മൾ തന്നെ സഹകാരിയുടെ തന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ സെഷനിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഞാൻ ജോഗ്രഫിയുടെ അത് എടുത്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതേ പറ്റിയിട്ടുള്ളൊരു ചെറിയ ഇൻഫർമേഷൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അത് ക്ലാസ്സിലും കൂടി കൊടുക്കുന്നതാണ്. വിസ്ക് ബ്രൂം യൂസസ് എ സിംഗിൾ ഡിറ്റക്ടർ. അപ്പോൾ എത്ര ഡിറ്റക്ടറാണ് വിസ്ക് ബ്രൂമിൽ ഉപയോഗിക്കുന്നത്? സിംഗിൾ ഒറ്റ ഡിറ്റക്ടറാണ്. ആൻഡ് മൂവിങ് മിറർ. ഇവിടെ ആരാ മൂവ് ചെയ്യുന്നത്? മിറർ മൂവ് ചെയ്യുന്നു. ടു സ്കാൻ 1 പിക്സൽ അറ്റ് എ ടൈം. പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ ചേർന്നിട്ടാണ് ഒരു വലിയ ചിത്രം ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതിക്കോ. ആ ഓരോ ചെറിയ ചെറിയ പിക്ചറിൻ്റെ ഒരു കോളത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പിക്സൽ എന്ന് പറയുക. അപ്പോൾ ഒരു വലിയ ഏരിയ സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ ഏരിയനെ വിളിക്കുന്ന പേരാണ് പിക്സൽ എന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. സ്കാനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു വലിയ ചതുരംഗക്കളം, ഒരു ചെസ് ബോർഡ്, വലിയൊരു ചെസ് ബോർഡ് എനിക്ക് സ്കാൻ ചെയ്യാനുണ്ട്. പക്ഷേ ആ ചെസ് ബോർഡിനകത്തുള്ള ഓരോ കറുപ്പും വെളുപ്പുമായിട്ടുള്ള കളങ്ങളില്ലേ, ആ കളങ്ങളെയാണ് നമ്മൾ പിക്സൽ എന്ന് വിളിക്കുന്നതെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഓരോ പിക്സലും പഠിച്ചാൽ എല്ലാ ചതുരംഗ കളങ്ങളും പഠിച്ചു കഴിയുമ്പോൾ ബ്ലാക്കും വൈറ്റും എല്ലാം കംപ്ലീറ്റ് പഠിച്ചു കഴിയുമ്പോൾ ആ ചെസ് ബോർഡിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് തുല്യമല്ലേ? അത്രയേ ഉള്ളൂ. അതാണ് കണ്ടീഷൻ. അങ്ങനെയാണ് നമ്മുടെ ഈ റിമോട്ട് സെൻസിങ് വർക്ക് ചെയ്യുന്നത്. ഓരോരോ സ്ഥലങ്ങളെ പറ്റി പഠിച്ചാണ് അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ തരുന്നത്. അപ്പോൾ വിസ്ക് ബ്രൂം സ്കാനേഴ്സിൻ്റെ പ്രത്യേകത എന്താ? വിസ്ക് ബ്രൂമിൽ എന്താ ചെയ്യുന്നത്? വിസ്ക് ബ്രൂം സ്കാനേഴ്സ് യൂസസ് എ സിംഗിൾ ഡിറ്റക്ടർ. ആദ്യം പിടികിട്ടേണ്ട കാര്യം അതാണ്. ഇറ്റ് യൂസസ് എ സിംഗിൾ ഡിറ്റക്ടർ ആൻഡ് എ മൂവിങ് മിറർ ടു സ്കാൻ 1 പിക്സൽ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു പിക്സൽ സ്കാൻ ചെയ്യും. ലൈക്ക് എ ബ്രൂം സ്വീപ്പിംഗ് അക്രോസ്. എന്നിട്ട് ഇങ്ങനെ അക്രോസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഒരു പിക്സൽ സ്കാൻ ചെയ്ത് അടുത്ത പിക്സൽ സ്കാൻ ചെയ്ത് അടുത്ത പിക്സൽ സ്കാൻ ചെയ്ത് ഇങ്ങനെ പോകും. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ താഴോട്ട് വരും, അടുത്തല്ലിട്ട് പോകും, അടുത്തല്ലോട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് സമയമെടുക്കും കുറച്ച്, അല്ലേ? സമയമെടുക്കുക. കാരണം ആ കംപ്ലീറ്റ് പിക്സൽ നോക്കി വരാൻ വേണ്ടി ഇപ്പോൾ ചതുരംഗക്കളത്തിനകത്ത് ഈ മുകളിലോട്ടും താഴോട്ടും പിക്സൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അവിടെ എത്തിയിട്ട് പിന്നെ താഴോട്ട് വന്ന് ഇവിടെ എത്തിയിട്ട് വീണ്ടും താഴോട്ട് പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കത്തില്ലേ? അതാണ് വിസ്ക് ബ്രൂം പിന്നെ സ്കാനിങ് ടെക്നിക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ബട്ട് എനി ഹൗ ആ ഫീൽഡിന് അക്രോസ് ആയിട്ട് സ്കാനിങ് നടക്കാറുണ്ട്. ഇതായിരുന്നു ചോദ്യം കേട്ടോ. ഫീൽഡിന് അക്രോസ് ആയിട്ട് സ്കാനിങ് നടക്കുന്നത് ഏത് സ്കാനിങ് ടെക്നോളജിയാണെന്ന് അതായിരുന്നു ഉത്തരം. അപ്പോൾ ഫീൽഡിന് അക്രോസ് ആയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോവാണ് ഈ വിസ്ക് ബ്രൂം സ്കാനേഴ്സ്. ബട്ട് എനി ഹൗ ടൈം കൺസ്യൂമിങ് ആണത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് സ്വീപ്പിംഗ് അക്രോസ് ഓഫറിങ് ഹൈ സിഗ്നൽ. നല്ല സിഗ്നൽ കിട്ടും. കാരണം ഓരോന്നിനെയും നമ്മളിങ്ങനെ വ്യക്തമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. നല്ല സിഗ്നൽ കിട്ടും. പക്ഷേ സ്ലോവർ ഇമേജിങ് സെറ്റാണ് ആണ്. വൈൽ പുഷ് ബ്രൂം യൂസസ് എ ലൈൻ ഓഫ് ഡിറ്റക്ടേഴ്സ്. ഡിറ്റക്ടേഴ്സിൻ്റെ ഒരു ലൈൻ തന്നെ ഉപയോഗിക്കുകയാണ് ടു ക്യാപ്ചർ എ ഫുൾ ലൈൻ ഓഫ് പിക്സൽസ് സൈമൾട്ടേനിയസ്ലി. ഒറ്റ അടിക്ക് തന്നെ ഒരു ലൈനിലുള്ള മുഴുവൻ പിക്സലുകളെയും ഒരുമിച്ച് സെൻസ് ചെയ്യാൻ തക്കവണ്ണം കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലൈൻ ഓഫ് സെൻസേഴ്സ് ആര് ഉപയോഗിക്കുന്നു? പുഷ് ബ്രൂം ഉപയോഗിക്കുന്നു. ടു ക്യാപ്ചർ എ ലൈൻ ഓഫ് പിക്സൽ സൈമൾട്ടേനിയസ്ലി സിമിലർ ടു എ പുഷ് ബ്രൂം, പ്രൊവൈഡിങ് സ്ട്രോങ്ങർ സിഗ്നൽ ആൻഡ് ഫാസ്റ്റർ ഇമേജിംഗ് ബട്ട് പൊട്ടൻഷ്യലി നീഡിങ് ഡിറ്റക്ടർ കാലിബ്രേഷൻ ഫോർ സ്ട്രിപ്പിംഗ്. അപ്പോൾ ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ, ഇത് ഫാസ്റ്ററാണ്, എല്ലാത്തിലേക്കും സിഗ്നൽ എത്തുന്നുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ സിഗ്നൽസ് ഇവിടെ പിന്നെ ഡിറ്റക്ടേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ലൈൻ ഓഫ് ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് എല്ലാ ഡിറ്റക്ടേഴ്സും എന്താ പറയുക ഈക്വലായിട്ട് ഇൻഫർമേഷനൊക്കെ തരും. പക്ഷേ ഏത് ഇൻഫർമേഷൻ വേണം, ഏത് ഇൻഫർമേഷൻ കളയണം എന്നൊക്കെ പറയുന്ന കാലിബ്രേഷൻസ് ഇതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. മറ്റേത് ഒരു സ്ഥലം മാത്രം ഫോക്കസ് ചെയ്യുന്നു, അടുത്ത സ്ഥലം ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് റെപ്പറ്റീഷൻ ഓഫ് ഡേറ്റ ഒന്നുമില്ല, ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം. ഇവിടെ അങ്ങനെയല്ല, റെപ്പറ്റീഷൻ ഓഫ് ഡേറ്റ വരാം, ഓവർലാപ്പിംഗ് ഓഫ് ഡേറ്റ വരാം. ബട്ട് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് മൈറ്റ് അറൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചുകൂടി എന്താ പറയുക അറ്റൻഷൻ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഇറ്റ് നീഡ്സ് എ കാലിബ്രേഷൻ ഫോർ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി അറ്റൻഷൻ പോസ്റ്റ് പ്രോസസ്സിൽ
അല്ലെങ്കിൽ വെൻ ദ ഡേറ്റ ഈസ് ഗെറ്റിംഗ് പ്രോസസ്ഡ് നമ്മൾ ഒരല്പം അറ്റൻഷൻ കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് പുഷ് ബ്രൂമിനകത്ത്. പക്ഷേ ഫാസ്റ്ററാണ് വിസ്ക് ബ്രൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് സാങ്കേതികവിദ്യ. സി ദ കാരിയർ ഓൺ വിച്ച് ദ സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ആർ കോൾഡ് പ്ലാറ്റ്ഫോം. ഈ സെൻസറുകളും മറ്റും വച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റ്ഫോം. മിക്കവാറും ഒക്കെ നമ്മൾ ഈ സാറ്റലൈറ്റുകൾ, എയർക്രാഫ്റ്റുകൾ ഇതെല്ലാം എന്താവാറുണ്ട്, പ്ലാറ്റ്ഫോമുകൾ ആകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആൻഡ് എനർജി സോഴ്സ് ഇസ് എസെൻഷ്യൽ ഫോർ റിമോട്ട് സെൻസിങ്. കാരണം നമ്മളിപ്പോൾ സൂചിപ്പിച്ചുള്ള റിമോട്ട് സെൻസിങ് ഫോട്ടോഗ്രാഫിക് ആകാം, നോൺ ഫോട്ടോഗ്രാഫിക് ആകാം. പക്ഷേ ഇത് ഏതിനായാലും, ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതാണ് ലൈറ്റ് സെൻസറിലേക്ക് വന്നു ചേരേണ്ട സാഹചര്യമുണ്ട്. ഇനി നോൺ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള സെൻസിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മറ്റേതോ തരംഗം ഇതുപോലെ സെൻസറിലേക്ക് എത്തിച്ചേരേണ്ടത്. ബട്ട് എനി ഹൗ എനർജി ഷുഡ് ബി റീച്ചിങ് അല്ലേ? എനർജി മസ്റ്റ് റീച്ച് ദ സെൻസേഴ്സിലോട്ട് എന്തെത്തണം? എനർജി എത്തണം. അപ്പോൾ എനർജി സോഴ്സ് റിമോട്ട് സെൻസിങ്ങിൽ വളരെ അനിവാര്യമാണ്. വിതൗട്ട് ആൻ എനർജി നമുക്ക് ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ എനർജി തന്നെ ഈ സെൻസറുകൾ തന്നെ ഉണ്ടാക്കുന്ന എനർജി ആകണം അങ്ങനെയൊന്നുമില്ല. എനർജി ക്യാൻ ബി ഓഫ് എനിത്തിങ്. എന്തായാലും എനർജി കിട്ടിയിട്ടുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് എനർജി റിസീവ് ചെയ്യാൻ പറ്റണം. ഡിറ്റക്ടേഴ്സിനും സെൻസറുകൾക്ക് എനർജി ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. അതിപ്പോൾ ഇവരിൽ നിന്ന് കൊടുക്കുന്നതോ ആവാം, അല്ലാതെ ആവാം കേട്ടോ. അത് നമ്മൾ പിന്നീട് പഠിക്കും. ആ ടൈപ്പ് ഓഫ് അത് വെച്ചിട്ട് നമ്മൾ ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ 2 ടൈപ്പൊക്കെ ആയിട്ട് തിരിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. എന്തായാലും എനർജി സോഴ്സ് ഇസ് എസെൻഷ്യൽ ഫോർ റിമോട്ട് സെൻസിങ് ആൻഡ് ദിസ് മേ ബി ദ സോളാർ എനർജി കണ്ടെയ്നിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓർ ആൻ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ലൈറ്റ്. ഒന്നുകിൽ സോളാർ എനർജി ആവാം, സൂര്യപ്രകാശം ആവാം, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് ലൈറ്റ് ആവാം. ഇല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ഇസ് മെയ്ഡ് പോസിബിൾ ഈതർ ബൈ യൂട്ടിലൈസിങ് ദ സൺലൈറ്റ് ഓർ ആൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം വേരിയസ് ഒബ്ജക്ട്സ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് തെരുവ് കാണാൻ പറ്റും, സൂര്യപ്രകാശം ഉണ്ടെങ്കിലും തെരുവ് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അതിന് ഡീറ്റെയിൽസ് അതിനകത്തുനിന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതിലൊക്കെ വേരിയേഷൻ ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും സൺലൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽസിൽ വേരിയേഷൻ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും എത്ര കണ്ട് പ്രകാശം ഉണ്ടെന്ന് പറഞ്ഞാലും പകൽ കളിക്കുന്ന പോലെയോ പകലുള്ളത് പോലെയോ ഉള്ളൊരു ദൃശ്യപ്രകാശം നമുക്ക് ഒരിക്കലും രാത്രി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി കനോട്ട് റെപ്ലിക്കേറ്റ് സൺ, അല്ലെങ്കിൽ വി കനോട്ട് റെപ്ലിക്കേറ്റ് സൺലൈറ്റ് ഇൻ ദ നൈറ്റ് എന്ന് പറയുന്നൊരു വാസ്തവമുണ്ട്. അങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ദ വേൾഡ്സ് പവർഫുൾ ടോർച്ച് ലൈറ്റ് എന്നോ ലൈറ്റ് എന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ വലിയ സൂര്യപ്രകാശം പോലെയൊക്കെ തോന്നിക്കുമെങ്കിലും ഇറ്റ്സ് നോട്ട് ആസ് ഗുഡ് ആസ് സൺലൈറ്റ്. അതിന് എന്തായാലും പറ്റത്തില്ല. കാരണം സൂര്യൻ എത്രയോ ഡിസ്റ്റൻസിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സിഗ്നലുകൾ ഭൂമി മൊത്തത്തിലെങ്കിൽ ഇലൂമിനേറ്റ് ചെയ്യാണ്. നമ്മൾ എവിടെയാണോ ലൈറ്റ് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഇലൂമിനേഷൻ ഒരിക്കലും നമ്മൾ രാത്രികാലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എനിഹൗ പക്ഷേ ഡേറ്റ കളക്ട് അതിലും പോസിബിൾ ആണെന്നാണ് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും സൂര്യപ്രകാശമായാലും ബോത്ത് ഓഫ് ദിസ് ഇസ് കേപ്പബിൾ ഫോർ കളക്ടിങ് അല്ലെങ്കിൽ ഫോർ ഒബ്റ്റെയിനിങ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡേറ്റ. ഓക്കെ, റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നോക്കാം. സി ദ റിമോട്ട് സെൻസിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻകമിങ് റേഡിയേഷൻ ഇൻറ്ററാക്ട് വിത്ത് ദ ടാർഗറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഇൻകമിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ഈ സെൻസറുകളിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ആകാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനർജി സോഴ്സ് ആണ്. അതിപ്പോൾ മറ്റേ സൺലൈറ്റോ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. ദിസ് ഈസ് ഡൺ ബൈ യൂസിങ് ഇമേജിങ് ആൻഡ് നോൺ ഇമേജിങ് സിസ്റ്റംസ്. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി പ്രോസസ്. ഏതൊക്കെ? ഒന്ന്, എനർജി സോഴ്സ് ഒരു ഇലൂമിനേഷൻ. ആ പ്രോസസ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നടക്കുന്നത് ഒന്ന് എനർജി സോഴ്സ് അല്ലെങ്കിൽ ഇലൂമിനേഷൻ എന്ന് പറയും. റിമോട്ട് സെൻസിങ്ങിലുള്ള ആദ്യ പ്രോസസ്സാണേ. The initial prerequisite for remote sensing is an energy source that illuminates or delivers electromagnetic radiation to the target of interest. നമ്മൾ എന്തിനെ പറ്റി പഠിക്കാനാണോ ശ്രമിക്കുന്നത്? ഇപ്പം ഞാനൊരു ഫുട്ബോൾ ഗ്രൗണ്ടിനെ പറ്റി പഠിക്കാൻ പോവാണ് റിമോട്ട് സെൻസിങ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ദൂരെ നിന്ന് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിനെ നോക്കി കാണുമ്പോൾ എനിക്ക് ആദ്യം ഇത് കാണണമല്ലോ, വേണ്ടേ? അപ്പോൾ എനിക്ക് ഈ കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ അവിടെ എനർജി വേണം, ലൈറ്റ് എനർജി വേണം. അതൊന്നെങ്കിലും സൂര്യപ്രകാശമാകാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആവാം. ഇനി അങ്ങനെയല്ല പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ചില സിഗ്നലുകൾ സെൻഡ് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ആ സിഗ്നലുകൾ സെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ വേണം എന്നുള്ളതാണ്. അതാണ് എനർജി സോഴ്സ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എന്താ പറയുക, എൻ്റെ പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ അതിനെ തൊട്ടുണർത്താനുള്ള പിന്നെ എനർജി നമ്മുടെ പക്കലുണ്ടാവണം. അതൊരു പ്രീ റിക്വസ്റ്റ് ആണ്. അതിപ്പം സൂര്യപ്രകാശത്തിൻ്റെ ഫോമിലായാലും ആർട്ടിഫിഷ്യൽ ഫോമിലായാലും ഉണ്ടാവണം. മെയിൻലി സണ്ണാണ് അതിൻ്റെ ഒരു പ്രൈമറി സോഴ്സായിട്ട് റിമോട്ട് സെൻസിങ്ങിനായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നത്. 2, റേഡിയേഷൻ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? എനർജി സപ്ലൈ ചെയ്ത് നമ്മുടെ ഒബ്സർവേഷൻ ഏരിയനെ ഇലൂമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. 2, റേഡിയേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. ആസ് എനർജി മൂവ്സ് ഫ്രം ഇറ്റ്സ് സോഴ്സ് ടു ഇറ്റ്സ് ടാർഗറ്റ്, ഇറ്റ് കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് ദി അറ്റ്മോസ്ഫിയർ ഇറ്റ് പാസസ് ത്രൂ. ശരിയല്ലേ?
ഇപ്പം ഞാൻ ഇപ്പോൾ സൂര്യപ്രകാശമാണ് വരുന്നതെങ്കിൽ കൂടിയും സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നിട്ടാണ് ഈ പറയുന്ന സ്റ്റേഡിയത്തിലേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ സൂര്യപ്രകാശം വരുന്ന വഴി പലരുമായി ഇൻട്രാക്ട് ചെയ്യും, അന്തരീക്ഷവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ അന്തരീക്ഷവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോ, ഇതിനെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടോ, ആ വേരിയേഷൻസ് എന്നെ ബാധിക്കുന്നുണ്ടോ, എനിക്ക് കിട്ടുന്ന ഡേറ്റയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥനാണ്. 3, ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വന്ന സോഴ്സ് ഓഫ് എനർജി ടാർഗറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് 3ാമത്തേത്. ശരിയല്ലേ? അപ്പം അവിടെ നിന്ന് സോഴ്സ് ഓഫ് എനർജി വരുന്നു, അത് അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുന്നു. 3, അത് നമ്മുടെ സോഴ്സിലെത്തുന്നു, നമ്മുടെ മീൻസ് സ്വാത്ത് ഏതാണോ അതിലേക്ക് എത്തുന്നു. Once the energy passes through the atmosphere and reaches the target, it interacts with it based on the qualities of both the target and the radiation. ശരിയല്ലേ? ഈ വരുന്ന റേഡിയേഷൻ ഈ ടാർഗറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആ ഇൻറ്ററാക്ഷൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഇൻട്രാക്ഷൻ ഏത് തരത്തിലായിരിക്കും, അത് ഈ വസ്തുവിൻ്റെയും വന്ന റേഡിയേഷൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും അതെങ്ങനെ ഇൻട്രാക്ട് ചെയ്യും എന്നുള്ളത്. വാസ്തവമല്ലേ? അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അതൊരു ഉദാഹരണമാണ്. സൂര്യപ്രകാശം വന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി ഡേറ്റയും രാത്രി ഒരു ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റുകളിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് ഗ്യാദർ ചെയ്യുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്നതിനകത്ത് ആനയുടെയും ആട്ടുകുട്ടിയുടെയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഡേറ്റ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലായി? അവിടെ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി റിമെയിൻസ് ദ സെയിം. രാത്രിയും പകലൊക്കെ സ്റ്റേഡിയം ഒരേ ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ കൊടുത്ത റേഡിയേഷൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായി. പകൽ സൂര്യപ്രകാശം കൊടുത്തു, രാത്രിയായപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കൊടുത്തു. ആ 2 സാഹചര്യത്തിൽ നിന്നും കിട്ടിയ ഡേറ്റയ്ക്ക് വ്യത്യാസം വന്നു. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇൻറ്ററാക്ഷൻ വിത്ത് ദ ടാർഗറ്റ് ഈസ് ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ബോത്ത് ദ ടാർഗറ്റ് ആൻഡ് ദ റേഡിയേഷൻ. വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ? ടാർഗറ്റിൻ്റെയും അതുപോലെ റേഡിയേഷൻ്റെയും ക്വാളിറ്റി അത് ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ്. വളരെ ചിന്നിച്ചിതറി ബോംബ് സ്ഫോടനം നടന്നൊരു ടാർഗറ്റിനെയാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരു ക്ലിയർ ആയിട്ട് എന്താ പറയുക നിന്നൊരു സ്റ്റേഡിയത്തെ പോലെ ഒരു ചിത്രമായിരിക്കില്ലല്ലോ അവിടെ നിന്ന് കിട്ടുക. ടാർഗറ്റിൻ്റെ ക്വാളിറ്റി അവിടെ ടാമ്പർ ചെയ്യപ്പെട്ടു. ഫോഗി ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്, ക്വാളിറ്റി ടാമ്പർ ചെയ്യപ്പെട്ടു. ടാമ്പറല്ല, അത് അഫക്റ്റഡ് ആയി എന്ന് പറയാം. ഓക്കെ, എനിഹൗ അപ്പോൾ ഇൻട്രാക്ട് ചെയ്തു. അടുത്ത പ്രോസസ്സ് റെക്കോർഡിംഗ് ഓഫ് എനർജി ബൈ ദി സെൻസർ. ഇനി എന്ത് ചെയ്യണം? ഈ എനർജി ഇനി ആ സെൻസറെ റെക്കോർഡ് ചെയ്യണ്ടേ? See, after the energy is scattered or emitted from the target, the sensors gathers and records those electromagnetic radiations. ആ റേഡിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വസ്തുവിനെ വന്ന് ഇലൂമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ റേഡിയേഷൻസ് ഇലൂമിനേറ്റ് ചെയ്ത റിഫ്ലക്റ്റഡ് റേഡിയേഷൻസ് കൊണ്ട് ആര് ക്യാപ്ചർ ചെയ്യണം? സെൻസർ ക്യാപ്ചർ ചെയ്യണം. സെൻസർ ക്യാപ്ചർ ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അതിനാണ് ട്രാൻസ്മിഷൻ, റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന അവസാന സ്റ്റെപ്പ്. See, the energy recorded by the sensor must be sent frequently electronically to a receiving and processing unit where it is converted into a picture. അതിപ്പോൾ ഡിജിറ്റലായിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിനെ ഒരു പിക്ചർ തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. പിക്ചർ ആവാൻ ഡേറ്റ ആവാം. എനിഹൗ ഇതിനെ യൂസ്ഫുൾ ഫോമിലേക്ക് മാറ്റുന്നതിനൊരു പ്രോസസ്സിങ് വിധേയമാകേണ്ട സാഹചര്യമുണ്ട്. കിട്ടുന്ന ഡേറ്റ അതുപോലെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതിനൊരു പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് എന്ന രീതിയിലേക്ക് ഈ സെൻസറുകൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? റിസീവ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ നടക്കുന്നതാണ് അനാലിസിസ്. ഫൈനലി കിട്ടി. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഡേറ്റയുണ്ട്. ഐ ഗോട്ട് ദ ഡേറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിമോട്ട് സെൻസിങ്. നൗ ഐ ക്യാൻ അനലൈസ് ദ ഡേറ്റ. എനിക്ക് ഇൻ്റർപ്രിട്ടേഷൻസിലോട്ട് പോവാം. കിട്ടിയ ഡേറ്റ വെച്ചിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന നിഗമനത്തിലേക്ക് എത്താം, ഇത് അനലൈസ് ചെയ്തിട്ടല്ലേ. സോ ദ പ്രോസസ്ഡ് ഇമേജ് ഇസ് ഇൻ്റർപ്രറ്റഡ് വിഷ്വലി ഓർ ഡിജിറ്റലി ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ടാർഗറ്റ് ദാറ്റ് വാസ് ഇലൂമിനേറ്റഡ്. അതേപ്പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ അങ്ങനെ ഗ്യാദർ ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനം ഇത് അവസാന സ്റ്റെപ്പായി റിമോട്ട് സെൻസിങ്ങിൻ്റെ. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിൻ്റെ പുറത്തുള്ള പ്രോസസ്സായിട്ട് പറയാം. റിമോട്ട് സെൻസിങ്ങിൽ ഇതുവരെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക. ആപ്ലിക്കേഷൻ പറയാവുന്നതാണ്, ഇല്ലാന്നല്ല. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് സ്ട്രിക്റ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു, എഫിൽ തീർന്നു. ഏത് നമ്മൾ ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്തതിൽ തീർന്നു എന്ന് പറയാം. പിന്നുള്ളത് ആപ്ലിക്കേഷനാണ്. The remote sensing process concludes when the extracted imagery information is applied to understand the target, reveal new information or solve a specific problem. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ കിട്ടിയ ഇൻഫർമേഷൻ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി, അത് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ പഠിച്ചത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ പോകുന്നതിനെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. സെറ്റ് ആവുന്നുണ്ടേ? സെറ്റാണ്. ഇനി റിമോട്ട് സെൻസിങ് നമ്മളിപ്പോൾ 2-3 തരമൊക്കെ പഠിച്ചു. പുഷ് ബ്രൂം, അതുപോലെ വിസ്ക് ബ്രൂം എന്നൊക്കെ പറയുന്ന സ്കാനറുകളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ പഠിച്ചു റിമോട്ട് സെൻസിങ്. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, റിമോട്ട് സെൻസിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി. ഈ എനർജി ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമാകാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമ്മൾ കൊടുക്കുന്നതാകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ
ഈ സോഴ്സ് ഓഫ് എനർജി എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഈ പറയുന്ന റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പാസീവ് റിമോട്ട് സെൻസിങ്, രണ്ട് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഇതൊക്കെയാണ്. ഒന്ന് പാസീവ് റിമോട്ട് സെൻസിങ്, രണ്ട് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഏതാണ് പാസീവ് റിമോട്ട് സെൻസിങ്? remote sensing is carried out with the help of solar energy, is known as passive remote sensing. Here sensors do not emit energy by itself. Simple ആണ്. പാസീവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണില്ല, പാസീവ് എന്ന് പറയണ പോലെ. അതായത് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി, ആ ഒരു വിസിബിൾ ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഓരോ വസ്തുവിനെ പറ്റി പഠിക്കുകയാണ്. ഇവിടെ എൻ്റെ സെൻസറുകളോ സ്കാനറുകളോ എൻ്റെ ഉപകരണമോ ഒന്നും തന്നെയും ഒരു റേഡിയേഷനും താഴേക്ക് ഇൻപുട്ട് ചെയ്തിട്ടല്ല നമ്മളൊരു വസ്തുവിനെ പറ്റിയോ ഒരു പ്രദേശത്തെ പറ്റിയോ പഠിക്കുന്നത്. പകരം സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് വസ്തുവിൽ റിഫ്ലക്റ്റ് ചെയ്തതിനെ കളക്ട് ചെയ്തു ഞാൻ. അപ്പോൾ ആ എനർജി ആക്ച്വലി കൊടുത്ത, നമ്മൾ പറഞ്ഞല്ലോ, ആ റിമോട്ട് സെൻസിങ് നടത്താൻ വേണ്ട പ്രീ റിക്വസിറ്റ് അല്ലെങ്കിൽ ആദ്യം വേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ഇലൂമിനേഷനാണ്. എനർജി സോഴ്സ് കൊടുക്കുക എന്നുള്ളത്. ആ എനർജി സോഴ്സ് നമ്മൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന എനർജി സോഴ്സ് അല്ല, പകരം നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എനർജി സോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം നമ്മൾ വെറുതെ ഈ പറയുന്ന എനർജി സോഴ്സ് അങ്ങോട്ട് കൊടുത്തതിന് അത് റിഫ്ലക്റ്റ് ചെയ്ത റേഡിയേഷൻസിനെ വെറുതെ നമ്മൾ ക്യാപ്ചർ ചെയ്തങ്ങ് പഠിക്കുകയോ ചെയ്യുന്നത്. അപ്പം ആക്റ്റീവായിട്ട് ഒരുപാട് അങ്ങ് പണിയെടുക്കുന്നൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് റിമോട്ട് സെൻസിങ്. സോ ഇവിടെ ഉപയോഗിക്കുന്ന എനർജി സോഴ്സ് എന്തായിരിക്കും? നമ്മൾ റിമോട്ട് സെൻസിങ് ഉപകരണങ്ങളിൽ നിന്നൊന്നും കൊടുത്തതാകാതെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി സോഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ സൂര്യപ്രകാശം തന്നെയാണെന്ന് നിർബന്ധമില്ല. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം വെച്ചിട്ട് ചന്ദ്രനെ പഠിക്കുന്നത് ഉൾപ്പെടെ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. അത് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു സിഗ്നലിനെ അയച്ചിട്ടല്ല അതിനെ തിരിച്ചു പിടിച്ച് പഠിക്കുന്നത്. അതാണ് പാസീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ആക്റ്റീവ് എന്തായിരിക്കും? നേരെ തിരിച്ച് നമ്മുടെ തന്നെ സാറ്റലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഈ സെൻസിങ് ഉപകരണത്തിൽ നിന്നോ ഒരു റേഡിയേഷൻ അങ്ങോട്ടേക്ക് അയച്ച് അതിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തെടുത്ത് നമ്മൾ പഠിക്കുന്നതിനെയാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുക. പിടികിട്ടിയോ? റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി ഈസ് നോൺ ആസ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അല്ലേ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി ഉപയോഗിച്ച് ഇലൂമിനേഷൻ നടത്തി അതിനെപ്പറ്റി പഠിക്കണം. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ പറയുന്ന സെൻസറുകളിൽ നിന്ന് റേഡിയേഷൻസ് അങ്ങോട്ട് അയച്ച്, ഇപ്പോൾ നമ്മൾ നോൺ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനെ പറ്റി പറയാറില്ലേ. അപ്പോൾ നോൺ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള റിമോട്ട് സെൻസിങ്ങിനകത്തൊക്കെ ഒട്ടുമുക്കാലും ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആയിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയക്കും, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് മേടിക്കും. അതാണ് പാസീവ്. അപ്പോൾ ആക്റ്റീവിൻ്റെയും പാസീവിൻ്റെയും ബേസിക് ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. Active transducers generate electric current or voltage directly in response to the environmental stimulations. Active sensors provide their own energy source for illumination. Active sensors are able to obtain measurements anytime, day and night. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. കാരണം ഇവർ ഡേറ്റ സിഗ്നൽസ് ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇതിനകത്ത് ടൈം ബൗണ്ടേജ് ഒന്നുമില്ല. അപ്പോൾ രാത്രി പറ്റത്തില്ല, പകൽ പറ്റത്തില്ല എന്നൊന്നുമില്ലല്ലോ. ഇവരാണല്ലോ അങ്ങോട്ടേക്ക് എനർജി കൊടുത്തിട്ട് അത് ഡേറ്റ എടുക്കുന്നത്. ഇവരെപ്പോൾ എനർജി അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവുന്നു അപ്പോഴൊക്കെ ഡേറ്റ കളക്ഷൻ പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഓഫ് ഡേറ്റ കളക്ഷൻ വെൻ ഇറ്റ് കംസ് ടു എന്താ പറയുക ടൈം സ്പാനുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ഒന്നും ഡേറ്റ കളക്ഷനില്ല. ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഡേറ്റ കളക്ഷൻ പോസിബിളാണ് ആക്റ്റീവ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിനകത്ത്. വെൻ ഇറ്റ് കംസ് ടു പാസീവ് ആ റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം പാസീവ് ഡേറ്റയിൽ സൂര്യൻ പ്രകാശിച്ചാൽ ആണ് എനിക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുക. സൂര്യൻ പകലല്ലേ പ്രകാശിക്കൂ. രാത്രി കാലത്തൊരിടത്ത് പോയി ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് സൂര്യപ്രകാശം കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് പാസീവായിട്ട് അവിടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റാതെ പോകും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ പാസീവ് ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഡേ ടൈമിൽ മാത്രമാണ് പോസിബിൾ ആവുക എന്നൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. രാത്രി ആയാൽ റിമോട്ട് സെൻസിങ് നടക്കത്തില്ല. ഓക്കെ, യെസ്. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ സം പാസീവ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി such as capacitance, resistance or inductance as the result of separation. They usually require additional electrical energy for excitation. ചിലതിന് കൂടുതൽ എനർജി കൂടി ആവശ്യം വന്നേക്കും ക്യാപ്ചർ ചെയ്യുന്നതിന് പുറമെ. അത് ഉപകരണങ്ങൾ തന്നെ കൊടുത്തോളൂ. Passive sensors can only be used to detect energy when the naturally occurring energy is available. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. അതിനകത്ത് വേറെ അധികമൊന്നും പറയാനില്ല. സെറ്റാണ്. അപ്പോൾ ഇനി ആക്റ്റീവായിട്ടുള്ള റിമോട്ട് സെൻസിങ് ഇൻസ്ട്രുമെൻസിനെ നമുക്കൊന്ന് കാണാം. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. Active sensors in remote sensing emit their own signal toward an object and then record the returned signal. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിന് സെൻസറുകൾ ഉപകരണത്തിലേക്ക് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സെൻസറിൽ നിന്ന് നമ്മൾ നോക്കുന്ന സ്ഥലം അല്ല ഒബ്സർവ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഒരു സിഗ്നൽ അയച്ച് ആ സിഗ്നലുകൾ തിരിച്ചു വന്നതിനെ ക്യാപ്ചർ ചെയ്തിട്ടാണ് പരിശോധന നടത്തുന്നത്. Most active systems use
microwaves because they are relatively unaffected by the weather conditions. See, remote sensing വളരെ ദൂരത്ത് നിന്ന് പർട്ടിക്കുലർലി സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അന്തരീക്ഷത്തിലൂടെയാണ് ഈ സിഗ്നലുകൾ സഞ്ചരിച്ചു വന്ന് ഭൗമോപരിതലത്തിൻ്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ അന്തരീക്ഷം വളരെയധികം മിനിമലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻ സോഴ്സിനെ വേണം റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ. അതുകൊണ്ട് പരമാവധി മൈക്രോവേവുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് കിടക്കുന്നത്. ആരാണ്? മൈക്രോവേവ്സ്. വൈ? ബിക്കോസ് മൈക്രോവേവ്സ് റിലേറ്റീവ്ലി അൺഅഫക്റ്റഡ് ആണ്. ഒട്ടും അഫക്റ്റ് ചെയ്യപ്പെടില്ല എന്നല്ല, വെതർ കണ്ടീഷൻസ്, ഭൂമിയിലെ വെതർ കണ്ടീഷൻസിനോട് താരതമ്യേന ഒരു എന്താ പറയുക ടോളറൻസ് കൂടുതലാണ് ആർക്ക്? മൈക്രോവേവ്സിന്. അപ്പോൾ മൈക്രോവേവ്സ് ഉപയോഗിച്ചാൽ വലിയ ചേഞ്ചസോ വെതർ കാരണം ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻസോ ഒന്നും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് സിസ്റ്റംസ് ഡിഫർ ബേസ്ഡ് ഓൺ വാട്ട് ദേ ട്രാൻസ്മിറ്റ് ആൻഡ് വാട്ട് ദേ മെഷർ. തീർച്ചയായിട്ടും മാറും. ഇപ്പോൾ ലൈറ്റാണോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണോ, സെൻസർ മാറും. ഡിസ്റ്റൻസ് ആണോ, ഹൈറ്റ് ആണോ, അറ്റ്മോസ്ഫിയർ, വാട്ട് എന്താണ് മെഷർ ചെയ്യുക, എന്താ പഠിക്കേണ്ടത്, ഓരോന്നിനും ഓരോന്നല്ലേ. ഒന്ന് റഡാറ്. റഡാറ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ്. പ്രധാനമായിട്ടും റേഞ്ച് കണ്ടുപിടിക്കാനാണ് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. The antenna emits pulses, and when these pulses encounter an object, part of the energy is scattered back. The radar active radio sensing, remote sensing ഉപകരണമാണ് റഡാർ എന്ന് പറയുന്നത്. റഡാർ റേഡിയോ വേവുകൾ എമിറ്റ് ചെയ്തുകൊണ്ട് ഡേറ്റ പഠിക്കുന്നു. എന്ത് പഠിക്കും? ഡിസ്റ്റൻസ് പർട്ടിക്കുലർലി പഠിക്കും, അല്ലെങ്കിൽ റേഞ്ച്, ദൂരം, അകലം. ഇപ്പോൾ റഡാറിൽ നിന്നൊരു സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്യുന്ന റേഡിയോ വേവ് ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടിയാൽ അത് ആ തട്ടുന്ന ഭാഗത്ത് വെച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരികെ വരും. അങ്ങനെ എനിക്ക് ആ വസ്തു വരെയുള്ള ദൂരം എങ്ങനെയാണെന്നുള്ളത്, ഈ പോകുന്ന സിഗ്നലിൻ്റെ വേഗത എത്രയാണെന്നുള്ളത് അറിയാമായിരിക്കും. പിന്നെ എത്ര സമയം കൊണ്ടാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് തിരികെ എത്തിയതെന്നും നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ സമയവും വേഗതയും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും, ദൂരം കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ അതുപയോഗിച്ച് വേഗത ഇൻറ്റു സമയം ചെയ്താൽ അകലം എത്രയാണെന്നുള്ളത് പിടികിട്ടും. ഇത്രേ ഉള്ളൂ. ഇതാണ് റഡാർ യൂസ് ചെയ്യുന്ന സാങ്കേതികവിദ്യ. സിമ്പിൾ. The distance to the target is estimated using the strength of the return signal and the time taken for the signal to travel. പ്രധാനമായിട്ടും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ സമയമാണ് എടുക്കുക. പിന്നെ റിട്ടേൺ ചെയ്തിരിക്കുന്ന വലിപ്പവും അതിൻ്റെ ഒരു ബോൾഡ്നെസ്സും ഒക്കെ റിട്ടേൺ സിഗ്നലിൻ്റെ സ്ട്രെങ്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കൂടിയിരിക്കുന്നുണ്ടാകും. രണ്ടാമത് മറ്റൊരു സംവിധാനമുണ്ട്, ലിഡാർ. റഡാറിൽ റേഡിയോ സിഗ്നലുകളാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ ലൈറ്റിൻ്റെ പൾസസ് ആണ് ഉപയോഗിക്കുക. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ തന്നെയാണ്. അതുകൊണ്ട് റഡാറും ലിഡാറും. Distance is calculated by multiplying the time taken for the light to return by the speed of light. Same, നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ്. അവിടെ റേഡിയോ സിഗ്നൽ പോകുന്നു, ലിഡാറിൻ്റെ കാര്യത്തിൽ എന്ത് പോകുന്നു? ലൈറ്റ് സിഗ്നൽ പോകുന്നു. ദാറ്റ് ഇസ് ദ ഓൺലി ഡിഫറൻസ് ഹാപ്പനിങ്. രണ്ടും സെയിം മെക്കാനിസമാണ്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഞ്ച് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം. മൂന്നാമത്തെ ഒരു സെൻസറാണ് ലേസർ ഓൾട്ടിമീറ്റർ. ലേസർ ഓൾട്ടിമീറ്റർ, a type of lidar used specifically to measure elevation. റേഞ്ചിങ് ഇൻസ്ട്രുമെൻറ്റ്, എലിവേഷൻ, ഉയരം മെഷർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിഡാറിൻ്റേതായ ഒരു വകഭേദം തന്നെയാണ് ലേസർ അൾട്ടിമീറ്റർ. കാരണം ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് ആണല്ലോ. അപ്പം ലിഡാറിൻ്റെ ഒരു സാങ്കേതിക വിദ്യയായിട്ട് പറയാം. പക്ഷേ ഇവിടെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് മാത്രമായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് വ്യത്യാസം. ലിഡാറിനകത്ത് അങ്ങനെയല്ല, പല വേവ് ലെങ്തിലുള്ള ലൈറ്റുകളുടെ കോമ്പിനേഷൻസ് ഉപയോഗിക്കും. ലേസറിൻ്റെ കാര്യത്തിൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ബട്ട് എനിഹൗ അതും ലൈറ്റ് ആയതുകൊണ്ട് അത് ഒരു ലിഡാറിൻ്റേതായ ഒരു സ്പെസിഫിക് ഐറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. എലിവേഷൻസ്, ഉയരങ്ങൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി. Measure distance using one or two identical devices placed on different platforms that send signals to each other. ഓരോന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സിഗ്നലുകൾ അയച്ചുകൊണ്ട് രണ്ട് ഡിവൈസുകളോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ ഉപയോഗിച്ചുകൊണ്ട് എലിവേഷൻ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലേസർ ഓൾട്ടിമീറ്റർ. പിന്നുള്ളത് സൗണ്ടർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അധികം കേട്ടിരിക്കാൻ വഴിയില്ല. സൗണ്ടർ യൂസ്ഡ് ടു സ്റ്റഡി വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ബൈ എമിറ്റിംഗ് പൾസസ്. ഈ റേഡിയോ സിഗ്നൽസ് എമിറ്റ് ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തെ പറ്റി പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെ പറ്റി. വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനുണ്ട്, ഹൊറിസോണ്ടൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലെ വേരിയേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? സൗണ്ടർ എന്ന് പറയുന്ന സെൻസർ ഉപയോഗിക്കുക. ഇത് കോർത്ത് വെച്ചോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൗണ്ട്. എന്തിനാണ് ഇതിനകത്ത്? ഇപ്പോൾ അടുത്ത ചോദ്യം അതായിരിക്കും ചിലപ്പോൾ. ചൂടെ തന്നിരിക്കുന്നതിൽ ഈ വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്ന സെൻസർ ഏതാണ് എന്നൊക്കെ പറ്റിയൊക്കെ ആയിരിക്കും ചോദ്യം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദ്യം. സൗണ്ടർ ഓർത്ത് ചെയ്യാം. പിന്നുള്ളത് സ്കാറ്ററോമീറ്റർ. It measures the
ബാക്ക് സ്കാറ്റേർഡ് റേഡിയേഷൻ ഫ്രം ദി സർഫസിൽ നിന്ന് സ്കാറ്റർ ചെയ്യുന്ന റേഡിയേഷനെ മെഷർ ചെയ്യുന്നുണ്ട്. എത്ര അളവിലാണ് ഈ റേഡിയേഷൻ തിരികെ എത്തിയത് എന്ന് മെഷർ ചെയ്യുന്നതാണ് സ്കാറ്ററോമീറ്റർ. ഇത്രയൊക്കെയാണ് നമ്മുടെ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ഉപകരണങ്ങളായിട്ട് പറയാം. പിന്നെ പാസീവ് റിമോട്ട് സെൻസിങ് ഡിവൈസസ് ഉണ്ട്. ദ മോസ്റ്റ് കോമൺ പാസീവ് റിമോട്ട് സെൻസിങ് ഇൻസ്ട്രുമെൻറ്റ് ആർ വേരിയസ് ടൈപ്പ് ഓഫ് റേഡിയോമീറ്റേഴ്സ് ആൻഡ് സ്പെക്ട്രോമീറ്റേഴ്സ്. Instrument names usually indicate what they measure. ഇപ്പോൾ റേഡിയോമീറ്റർ റേഡിയോ സിഗ്നൽ, സ്പെക്ട്രോമീറ്റർ സ്പെക്ട്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ സ്പെക്ട്രോമീറ്റർ ഡിസ്റ്റിങ്വിഷ് ആൻഡ് അനലൈസ് സ്പെക്ട്രൽ ബാൻഡ്സ്. റേഡിയോമീറ്റർ measures the power of radiation emitted by the object in specific wavelength ranges. വിസിബിൾ ആണോ, ഇൻഫ്രാറെഡ് ആണോ, മൈക്രോവേവ്, വട്ടെവർ ഈസ് ദ റേഡിയേഷൻ, ആ റേഡിയേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നതാണ് റേഡിയോമീറ്റർ. അതുപോലെ സ്പെക്ട്രോ റേഡിയോമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയേഷൻ ഒരുപാട് സ്പെക്ട്രൽ ബാൻഡിലുള്ള റേഡിയേഷൻസിൻ്റെ പവറും മറ്റു കാര്യങ്ങളും മെഷർ. അതായത് സ്പെക്ട്രൽ ബാൻഡ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ സ്പെക്ട്രമാണ് നമ്മൾ പറയാറില്ലേ, മറ്റേ വിസിബിൾ ലൈറ്റിൽ ഒരുപാട് സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സ് ഉണ്ടല്ലോ, ലേമാൻ ബാമർ സീരീസ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ സ്പെക്ട്രം കേട്ടിട്ടുണ്ടാവും. ആ സ്പെക്ട്രം അനലൈസ് ചെയ്യുന്നത് ഏത് സ്പെക്ട്രൽ ബാൻഡാണ് എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്പെക്ട്രോ റേഡിയോമീറ്റർ എന്ന് പറയുമ്പോൾ അത് റേഡിയേഷൻ്റെ പവറും എലോങ് ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ബാൻഡ്സിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഉപകരണമാണ്. ഹൈപ്പർ സ്പെക്ട്രൽ റേഡിയോമീറ്റർ ഉണ്ട്. അത് കുറച്ചുകൂടി നമ്മുടെ ഈ സ്പെക്ട്രോ റേഡിയോമീറ്ററിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് കാറ്റഗറിയാണ്. ഹൈലി അഡ്വാൻസ്ഡ് പാസീവ് സെൻസറാണ് ഹൈപ്പർ സ്പെക്ട്രൽ റേഡിയോമീറ്റർ. ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്ട്രീംലി ഹൈ സ്പെക്ട്രൽ റെസൊല്യൂഷൻ അലോവിങ്. ഹൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്യുമ്പോഴൊക്കെ കുറേ കൂടി ക്ലാരിറ്റി ആയിട്ടുള്ള ഇമേജൊക്കെ കിട്ടുന്ന കണ്ടീഷനാണ്. അതായത് ക്ലാരിറ്റി കൂടുതലാവുന്നതിനെയാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ കൂടുതൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോവിങ് മെഷർമെൻറ്റ് അക്രോസ് ഹൺഡ്രഡ്സ് ഓഫ് വെരി നാരോ സ്പെക്ട്രൽ ബാൻഡ്സ് ആൻഡ് വിസിബിൾ നിയർ ഇൻഫ്രാറെഡ് ആൻഡ് മിഡ് ഇൻഫ്രാറെഡ് റീജിയൻസ്. അപ്പം 3 സ്പെക്ട്രൽ ബാൻഡാണ് ഈ ഹൈപ്പർ സ്പെക്ട്രൽ റേഡിയോമീറ്റർ പർട്ടിക്കുലർലി ഹാൻഡിൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 1 വിസിബിൾ സ്പെക്ട്രം, 2 നിയർ ഇൻഫ്രാറെഡ്, 3 മിഡ് ഇൻഫ്രാറെഡ്. ഇപ്പോൾ സ്പെക്ട്രത്തിലെ തന്നെ വിസിബിളിൻ്റെ തന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഞാൻ ഈ ലേമൻ ബാമർ എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ ഈ വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, എക്സ്റേ, ഗാമാ റേ എന്നൊക്കെ പറയുന്നതെല്ലാം സ്പെക്ട്രൽ സിഗ്നേച്ചറുകളാണ്. ഇതിനെയൊക്കെ പഠിക്കലാണ് ഈ പറയുന്ന ഉപകരണങ്ങളുടെ അല്ല, അതായത് സ്പെക്ട്രോമീറ്ററിൻ്റെ പണി എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ സ്പെക്ട്രൽ റേഡിയോമീറ്റർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സെൻസറാണ്. അത് വിസിബിൾ ലൈറ്റിനെയും നിയർ ഇൻഫ്രാറെഡിനെയും മിഡ് ഇൻഫ്രാറെഡ് റീജിയൻസിലും വരുന്ന സ്പെക്ട്രൽ സിഗ്നേച്ചറുകളെ പറ്റിയിട്ടാണ് പഠനം നടത്തുന്നതും, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത്തരം സിഗ്നലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇമേജിങ് നടത്തുന്നത് എന്നുള്ളതാണ്. ദെൻ കംസ് ദി ഇമേജിങ് റേഡിയോമീറ്റർ. സ്കാൻസ് ആൻ ഒബ്ജക്റ്റ് ഒരു സർഫസ് ടു പ്രൊഡ്യൂസ് ആൻ ഇമേജ്. ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റേഡിയോമീറ്ററാണ്. ഇമേജ് എന്ന് പറയുമ്പോൾ കളർഫുൾ ഇമേജ് ആയിരിക്കണമെന്നില്ല, ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇമേജിങ് റേഡിയോമീറ്റർ എന്ന് മനസ്സിലാക്കാം. പിന്നെ സൗണ്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മെഷർ ചെയ്യുന്നു. ആക്സിലറോമീറ്റർ ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ ദ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ അന്തരീക്ഷത്തിൽ വായുസഞ്ചാരമോ കാറ്റോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ കാറ്റുണ്ടാകുന്നതിൻ്റെ വേഗത മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എനർജി, ഊർജ്ജം ഉപയോഗിക്കപ്പെടുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു എന്നതാണ് നമ്മൾ പഠിച്ചത്, ആക്റ്റീവും പാസീവും. എന്നിട്ട് അതിൽ ഉപയോഗിച്ച സെൻസർ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ്, സെൻസറുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതുമാണ് ഒന്ന് പെരിഫറലായിട്ടൊന്ന് നോക്കിവിട്ടത്. ഇനി നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ തന്നെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അതായത് എവിടെയാണ് ഈ സെൻസർ ഇരിക്കുന്നത്, ആ സെൻസർ ഇരിക്കുന്ന സ്ഥലത്ത് വിളിക്കുന്ന പേരാണ് പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യുന്നത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. 1 ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, 2 ഏരിയൽ റിമോട്ട് സെൻസിങ്, 3 സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. പറഞ്ഞപ്പോൾ തന്നെ കാര്യം പിടിയിട്ട് കാണും. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരാൾ ഇവിടെ നിന്ന് മറ്റൊരു ദൂരെയുള്ളൊരു കിളിമഞ്ചാരോയുടെ ഫോട്ടോ എടുത്തിട്ട് അതിനെപ്പറ്റി പഠിക്കുന്നു. അത് റിമോട്ട് സെൻസിങ് ആണ്. എന്ത് റിമോട്ട് സെൻസിങ് ആണത്? അത് ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് ആണ്. ഞാൻ ആഫ്രിക്കയിൽ പോയി അല്ലെങ്കിൽ കെനിയയിൽ പോയി അവിടെ നിന്നിട്ട് ഞാൻ കിളിമഞ്ചാരോയുടെ ഫോട്ടോ എടുത്തു. ദൂരെ നിന്ന് എടുക്കുന്നത്, പക്ഷേ ഫോട്ടോ എടുത്തു. ഞാൻ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എവിടെ തന്നെയാണ്? ഭൂമിയിൽ തന്നെയാണ്. ആരുടെയാണ് ഫോട്ടോ എടുക്കുന്നത്? ഭൂമിയിൽ തന്നെയുള്ളൊരു വസ്തുവിൻ്റെ ഫോട്ടോ എടുത്തു, ദൂരം നിന്ന് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് റിമോട്ട് സെൻസിങ് ആണ്. ശരിയല്ലേ? എന്നിട്ട് അതേപ്പറ്റി പഠിക്കുന്നു. അപ്പോൾ സെൻസർ ഇരുന്നത് എവിടെയാണ്? ടെറസ്ട്രിയൽ, ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കിളിമഞ്ചാരോവിനെ പഠിക്കാനായിട്ട് ഉപയോഗിച്ച സെൻസർ ഇവിടെ ക്യാമറയാണല്ലോ. ആ ക്യാമറ എവിടെ ഇരുന്നത്? അത് ഭൂമിയിൽ തന്നെ ഇരിക്കുന്നത്. ഭൂമിയിൽ ഈ ഒരു ക്യാമറയിലായിരിക്കുന്നത്, ഭൂമിയിൽ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന റിമോട്ട് സെൻസിങ് സാങ്കേതിക വിദ്യയാണ്. 2 ഏരിയൽ റിമോട്ട് സെൻസിങ് ഉണ്ട്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ മണ്ണിലല്ല, ഭൗമോപരിതലത്തിലല്ല, ഭൂമിയിലല്ല, എയറിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബലൂണിൽ സെൻസറുകളും ക്യാമറകളും സൂക്ഷിച്ചിട്ട് ഫോട്ടോഗ്രാഫി നടത്തി പഠിക്കുന്ന പരിപാടി, അതുപോലെ എയ്റോപ്ലെയിനിൽ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെയൊക്കെ ചുവടിൽ ഹെലികോപ്റ്ററിലൊക്കെ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പ്രദേശത്തെ പറ്റി പഠിക്കുകയാണ്, അതിനെപ്പറ്റി ഫോട്ടോ എടുക്കുകയാണ്, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുകയാണ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ഏരിയൽ റിമോട്ട് സെൻസിങ്.
മൂന്നാമത് വരുന്നത് സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുമ്പോൾ ഇതേ പഠനം ചെയ്യുന്നത് ആരായിരിക്കും? സാറ്റലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ക്ലോസറായിട്ട് വസ്തുക്കളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയും ഏറ്റവും വൈഡ് റേഞ്ചിലുള്ള വസ്തുക്കളെ പറ്റിയിട്ട് ഏറ്റവും വിസ്തൃതമായിട്ടുള്ള വസ്തുക്കളെ പറ്റിയിട്ട് ഇൻഫർമേഷൻ തരാൻ സാധ്യതയുള്ളത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലും ആയിരിക്കും. കാരണം അകലം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതലും ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കുറവുമാണ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയാണ് ഇത്. കണ്ടോ, ദ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് ദ എർത്ത്സ് ടോപ്പോഗ്രഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട് ഈസ് നോൺ ആസ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടുള്ള പഠനം. 2 ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി എർത്ത്സ് സർഫസ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സ്കൈ ബൈ യൂസിങ് ക്യാമറ മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ്സ് ഈസ് നോൺ ആസ് ഏരിയൽ റിമോട്ട് സെൻസിങ്. എയർക്രാഫ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നുമില്ല, നമ്മൾ തന്നെ എയ്റോപ്ലെയിനിൽ കയറുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ട് ഫോട്ടോ എടുക്കുമല്ലോ ആ ചില്ലുവാതിലൂടെ, അത് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഉദാഹരണമാണ്. നമ്മളത് പഠിച്ച് ആ ഡേറ്റ പഠനത്തിന് വിധേയമാക്കാനാണെങ്കിൽ നമുക്ക് നമ്മൾ ഏരിയൽ ഫോട്ടോഗ്രാഫി ചെയ്തു അല്ലെങ്കിൽ ഏരിയൽ റിമോട്ട് സെൻസിങ് ചെയ്തു എന്ന് പറയാം. സാറ്റലൈറ്റ് എന്തായാലും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല. പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൽ കയറി താഴോട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഏരിയൽ റിമോട്ട് സെൻസിങ് ആയി. അപ്പോൾ നമുക്ക് റിമോട്ട് സെൻസിങ്ങിൻ്റെ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ടെറസ്ട്രിയലും പറ്റും, ഏരിയലും പറ്റും. സാറ്റലൈറ്റ് പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ നാസയിലോ ISRO ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അത് പറ്റിയായിരിക്കും. അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഡെറാഡൂണിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാത്ത പക്ഷം പാടാണ്. The advantage of aerial remote sensing is that information of any region can be gathered in accordance with the requirements. അത് വളരെ വളരെ വലിയൊരു പോയിൻ്റാണ്. ഇപ്പോൾ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്ങിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് വലിയൊരു താഴ്വരയിലൊക്കെ പോയി ഫോട്ടോ കളക്ട് ചെയ്യുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സമുദ്രം, വലിയ വിസ്തൃതമായൊരു പ്രദേശത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ എനിക്ക് ലിമിറ്റേഷനുണ്ട് ടെറസ്ട്രിയലിൽ. പക്ഷേ ഇനാക്സസിബിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ, മനുഷ്യന് പെട്ടെന്ന് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടായിരിക്കും. ഒരു മലയിടുക്കുണ്ടായിരിക്കും, ഒരു മല മുകളിൽ കയറി പറ്റണം, പാടായിരിക്കും. പക്ഷെ അത്തരം ബുദ്ധിമുട്ടൊന്നും ആർക്കില്ല ഏരിയൽ റിമോട്ട് സെൻസിങ്. അതെല്ലാം കവേർഡാണ് അല്ലേ? ഡേറ്റ ഏതൊരു റീജിയൻ്റേതും കളക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഏരിയൽ റിമോട്ട് സെൻസിങ്ങിനുണ്ട്. Another merit of this method is that contiguous pictures of the area along the path of the aircrafts are made available. കണ്ടിന്യൂസ് ശരിയല്ലേ? നമുക്കൊരു കണ്ടിന്യൂറ്റി ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ റീജിയൻ്റെ കണ്ടിന്യൂസ് ഇമേജിങ് പോസിബിളാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ. കാരണം എയറോപ്ലെയിൻ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റീജിയൻ്റെ ഫോട്ടോ എനിക്കിങ്ങനെ നിരന്തരം എടുത്തെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് റെപ്പറ്റേഷൻസൊക്കെ കിട്ടും, ഓവർലാപ്പിങ് കിട്ടും. അതൊക്കെ വെച്ച് ക്ലാരിറ്റി കൂടുതലായിരിക്കും, മീൻസ് കണ്ടിന്യൂറ്റി കൂടുതലായിരിക്കും. ക്ലിയർ കണ്ടിന്യൂറ്റിയിൽ എനിക്ക് ഫോട്ടോ എടുത്ത് പോകാൻ പറ്റും. 3, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ദ പ്രോസസ് ഓഫ് ഗാദറിങ് ഇൻഫർമേഷൻ യൂസിങ് സെൻസേഴ്സ് ഇൻസ്റ്റാൾഡ് ഓൺ എ സാറ്റലൈറ്റ് ഇസ് കോൾഡ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. നമ്മൾ പറഞ്ഞില്ലേ ഏരിയൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, ദിസ് ഇസ് ഹൗ ദി ഏരിയൽ ഫോട്ടോഗ്രാഫി ആക്ച്വലി വർക്ക്സ്. നമ്മൾ കരുതുന്ന ഒരു റീജിയൻ്റെ ഫോട്ടോഗ്രാഫ്, ഇപ്പോൾ ഇത് തൊട്ട് ഇതുവരെയുള്ള റീജിയൻ്റെ ഫോട്ടോഗ്രാഫാണ് എനിക്ക് ഇവിടെ ക്യാമറ വെച്ചിരുന്നത്. അപ്പോൾ ആ പ്ലെയിൻ വഴി കിട്ടിയത്. അപ്പോൾ അടുത്ത ഫോട്ടോ എടുക്കുമ്പോൾ അടുത്തിന് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ കിട്ടേണ്ടതെന്ന് കരുതിയാൽ ശരിക്കും അതാണ് കിട്ടേണ്ടത്. പക്ഷേ ഏരിയൽ ഫോട്ടോഗ്രാഫി ഡസൻ വർക്ക് ലൈക്ക് വൈസ്. അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ്? പിന്നെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഓവർലാപ്പിംഗ് രീതിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുണമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ചാൻസ് ഫോർ മിസ്സിങ് ആൻ ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ ഇവിടെ മിസ് ഔട്ടായി പോകുന്നുള്ളതിന് ഒരു സാധ്യതയില്ല. കണ്ടോ? അപ്പോൾ ആദ്യത്തെ പൊസിഷനിൽ ക്യാമറ ക്യാപ്ചർ ചെയ്ത റീജിയൻ ഇത്രയുണ്ടെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ ക്യാമറ ക്യാപ്ചർ ചെയ്ത റീജിയനകത്ത് ദിസ് മച്ച് ഏരിയ ഈസ് ആക്ച്വലി ഓൾറെഡി കവേർഡ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഇത് ഫസ്റ്റ് പിക്ചറിൽ കവേർഡായ റീജിയനാണ്. പക്ഷേ അതും ഇവിടെ ഡേറ്റയിൽ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു 60-40 സ്പ്ലിറ്റ് പറയാം. ഒരു 60% പുതിയ ഏരിയ കിട്ടുന്നുണ്ടെങ്കിലും ഒരു 40% പഴയ ഏരിയ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, ബട്ട് ഇനി അത് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? ഇതിനെയാണ് ഓവർലാപ്പ് ഓഫ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇതെന്ത് പറയുന്നത്? ഓവർലാപ്പ്. അപ്പോൾ എപ്പോഴും ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ വിനിയോഗിച്ച് റിമോട്ട് സെൻസിങ് നടത്തുകയാണെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും കിട്ടുന്ന ഫോട്ടോഗ്രാഫുകൾ ഓവർലാപ്പിംഗ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മിസ് എനി ടു എന്താ പറയുക, ക്യാൻസൽ എനി മിസ് ഓഫ് പൊട്ടൻഷ്യൽ ഫോട്ടോഗ്രാഫ്സ്. ക്ലിയർ അല്ലേ? So for ensuring continuity and to obtain 3-dimensional vision with the help of stereoscope, in each aerial photograph covers about 60% of area of the adjacent photo is included. 60% വരുന്ന adjacent ഫോട്ടോഗ്രാഫിൻ്റെ ഏരിയ കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. അതിനെയാണ് ഓവർലാപ്പിംഗ് എന്ന്
വിളിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ 3D ഇമേജിങ് കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്കൊരു 3 ഡയമെൻഷണൽ വ്യൂ കൂടിയൊക്കെ കിട്ടണമെങ്കിൽ പല ആംഗിളിൽ നിന്നുള്ള വ്യൂ കിട്ടണമല്ലോ. അത് സഹായിക്കും, ഓവർലാപ്പിങ് സഹായിക്കുന്നുണ്ടാവും. സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അർത്ഥം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഒരു പെയറിനെയാണ് ശരിക്കും പറയാം സ്റ്റീരിയോ എന്ന് പറയാം. 2 അഡ്ജസൻറ്റ് ഫോട്ടോഗ്രാഫ്സ് വിത്ത് ഓവർലാപ്പ് ഈസ് നോൺ ആസ് എ സ്റ്റീരിയോ പെയർ. ഓവർലാപ്പിങ്ങുള്ള അഡ്ജസൻറ്റ് ഫോട്ടോകളെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ്ങിലെ സ്റ്റീരിയോ പെയർ. നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയാറില്ലേ? എന്തിനാണ് നമ്മൾ സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയുന്നത്? പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഓവർലാപ്പിംഗ് ഉള്ള 2 സ്പീക്കർ മെക്കാനിസങ്ങൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയും. ഇപ്പോൾ ചില ഫോണിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ഡോൾബി സ്റ്റീരിയോ സ്പീക്കർ അല്ലെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സെറ്റ്. ചില ഫോണുകളിൽ താഴെ ഇപ്പോൾ നമ്മുടെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്, താഴെ മാത്രം സ്പീക്കേഴ്സ് ഉണ്ടാകുന്ന ഫോണുകളുണ്ടാവും. ചിലതിനകത്ത് നമ്മുടെ ഇയർ പീസ് ഉണ്ടല്ലോ, ഇയർ പീസും സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. പാട്ട് കേൾക്കുന്ന സമയത്ത് ഇയർ പീസിലൂടെയും സൗണ്ട് കേൾക്കും, താഴെ കൂടിയും സൗണ്ട്. അപ്പോൾ 2ഇടത്തുകൂടിയും സൗണ്ട് കേൾക്കും. ആൻഡ് ഈ 2 സൗണ്ടും പരസ്പരം സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. ആസ് വെൽ എസ് അവർ ഓവർലാപ്ഡ് ആയിരിക്കും. ഇപ്പോൾ ചിലയിടത്ത് ബാസ് കൂടും, ചിലയിടത്ത് ഇത് കുറയും. ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് ഒക്കെ നടക്കുന്നത് കാണാൻ പറ്റും. അതാണ് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്, സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റീരിയോ ചിത്രങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മുടെ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ 3 ഡയമെൻഷണൽ വ്യൂ ഫ്രം എ സ്റ്റീരിയോ പെയർ ഇസ് കോൾഡ് സ്റ്റീരിയോസ്കോപ്പ്. ഇതാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം. 2 ഓവർലാപ്പിംഗ് ഉള്ള ചിത്രങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓവർലാപ്പ് ചെയ്ത സ്ഥലങ്ങളെയൊക്കെ കൃത്യമായിട്ട് 3 ഡയമെൻഷണൽ, ഏറെക്കുറെ 3 ഡയമെൻഷനായിട്ടൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. 3 ഡയമെൻഷണൽ വ്യൂ ഒബ്റ്റെയിൻഡ് when viewed through a stereoscope is called a stereoscopic vision. അപ്പോൾ ഒരു 3D വ്യൂ കാണുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നതെന്നും ഓർത്തിരുന്നേക്കുക. ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് കുറേ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഏരിയൽ ഫോട്ടോഗ്രാഫി നല്ലതാണെന്ന് പറയും. പക്ഷേ എന്നാലും ചില ഡിസഡ്വാൻറ്റേജസും പറയാൻ പറ്റും. ഒന്ന്, ദ ഷേക്കിംഗ് ഓഫ് ദി എയർക്രാഫ്റ്റ് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ദി ഫോട്ടോസ്. ആബ്സല്യൂട്ട്ലി. ഇപ്പോൾ എയർ ഗട്ടേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ എയറോപ്ലെയിൻ കടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന ഷെയ്ക്ക്, വൈബ്രേഷൻസ് ഒക്കെ പിക്ചറിൻ്റെ സ്ട്രെങ്തിനെ ബാധിക്കാം. ഇപ്പോൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെബിലൈസേഷൻ മെക്കാനിസം ഒക്കെ ഉണ്ട്. പണ്ടത്തെ ഡിസഡ്വാൻറ്റേജുകളാണ്. ഇപ്പോൾ ഇതൊന്നും വലിയ ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റത്തില്ല. ഇനിയാവും നമുക്ക് പറയുന്നതിനകത്ത് പഠിക്കുന്നതിനകത്ത് പറയും. പിന്നെ പിക്ചറൈസേഷൻ ഓഫ് ലാർജ് ഏരിയസ് നോട്ട് പ്രാക്ടിക്കൽ. ഇപ്പം നമ്മുടെ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്ങുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഏരിയയാണ് തരുന്നതെങ്കിലും അതിനേക്കാൾ വിസ്തൃതമായിട്ടുള്ള ഏരിയ പിന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് പറ്റത്തില്ല. അത് ശരിയാണ്. ദി എയർക്രാഫ്റ്റ് റിക്വയർസ് ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഏരിയൽ ഫോട്ടോഗ്രാഫി നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് എയർക്രാഫ്റ്റ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എയർക്രാഫ്റ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവൈലബിൾ ആയിരിക്കണം. അതിപ്പോൾ ലാൻഡ് ചെയ്യുന്നതിന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള സ്ഥലം വേണം. ഇത് അപ്പോൾ പറത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സ്ഥലം വേണം. അത് മാത്രമല്ല, ഈ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ കവറേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പലതും വന്ന് അതിൻ്റെ വിഷൻ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അല്ല, എനിക്കിപ്പോൾ ടെറസിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ടെറസിന് മുകളിൽ ഷീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏരിയൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്, ആരാ ടെറസിലുള്ളതെന്നുള്ളത് അറിയാൻ പറ്റുമോ? പറ്റത്തില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ അത് ഏരിയൽ ഫോട്ടോഗ്രാഫിക്ക് ഉണ്ട്. ഇതിനകത്ത് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ഡിസഡ്വാൻറ്റേജ് കൂടി ഉണ്ടെന്ന് പറയാം. പിന്നെയുള്ള എന്താണ്? ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്യൂവലിൻ്റെയും മറ്റുമൊക്കെ മെയിൻ്റനൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണല്ലേ. കാരണം ഫ്യൂവലിങ് ഈ ഒരു പ്രോസസ്സിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് 1. തീർന്നിട്ടില്ല. ഇനിയും നമുക്ക് റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളെ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനകത്ത് വന്നു പോയിട്ടുണ്ട്. സെൻസറുകളെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം ഡെപ്തിൽ കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്തായാലും അടുത്ത ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 ഓഫ് റിമോട്ട് സെൻസിങ്ങിൽ ഇതിൻ്റെ ബാക്കി വരുന്ന ഏരിയാസും റിമോട്ട് സെൻസിങ്ങിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റിയുമായി കാണാം. മാത്രമല്ല ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. താങ്ക്